പ്രിയമുള്ളവരെ, MES യൂത്ത് വിംഗ് മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മിറ്റി കണ്ടക്ട് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ ക്വിസ് 2K25 ക്വിസ് കോമ്പറ്റീഷൻ്റെ ഫൈനൽ റൗണ്ടിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. 6 ടീമുകൾ ഇവിടെ സന്നിഹിതരാണ്. നമ്മുടെ ഈ ഫൈനൽ റൗണ്ട് നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട MES പ്രസിഡന്റ്, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡയറക്ടറുമായ ഡോക്ടർ P.K.Abdul Gafoor സാറാണ്. സാറിനെ വളരെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. Good afternoon, friends, and welcome to the MES Youth Wing Quiz Competition on the Constitution of India. ക്വിസ് മത്സരത്തിൽ മലപ്പുറം ജില്ലയിലെ കാര്യപ്പെട്ട ടീമുകളൊക്കെ ഉള്ളതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ ഭരണഘടന അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭീഷണികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഭരണഘടനയിൽ നമ്മുടെ അവകാശങ്ങളും അതുമായി തന്നെ നമ്മുടെ കർത്തവ്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്വിസിന് ആദ്യമായിട്ട് ഞാൻ ടീമുകളോട് ഒരു സ്വയം പരിചയപ്പെടുത്തൽ ആവശ്യപ്പെടുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടീം മൈക്ക് കൊടുക്കണേ. ടീം എ. എൻ്റെ പേര് അനീസ് ഫയാസ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം കേന്ദ്രത്തിൽ നിന്നും BEd പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. മക്രപറമ്പിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ, സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോഴ്സ്. എൻ്റെ പേര് ജോബ് വർഗീസ്, ഞാൻ KMCT ലോ കോളേജിൽ പഠിക്കുന്നത്. എൻ്റെ വീട് കുന്നംകുളത്താണ്. അത് ഇങ്ങടെ കുന്നംകുളത്ത് തന്നെയാണ് വീട്. എനിക്ക് സംസാരം കേട്ടപ്പോൾ മനസ്സിലായി ഞാനും ആ നാട്ടുകാരനാണ്. ശരി. എൻ്റെ പേര് ജന്നത്ത് ഷെറിൻ, ഞാനും KMCT ലോ കോളേജ് കുറ്റിപ്പുറം. എൻ്റെ വീട് മക്കരപ്പറമ്പ്. ജനത്ത് ഷെയ്ൻ. ജന്നത്ത് ഷെറിൻ. ജന്നത്ത്. യെസ്. ജന്നത്തിൽ ഫിർദൗസ്. ആ ജന്നത്താണോ? അതെ. ഓക്കെ. നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ജന്നത്തിലോട്ട്. എൻ്റെ പേര് വിസ്മയ്, PTMGC പെരുന്നോണിൽ നിന്ന് വരുന്നു. 2ാം വർഷ BSc മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ശ്രീരാഗ്, PTM ഗവൺമെൻറ് കോളേജ് പെരിന്തൽമണ്ണ, ഫസ്റ്റ് ഇയർ BSc ഫിസിക്സ് വിദ്യാർത്ഥി. എൻ്റെ പേര് മുഹമ്മദ് ജെറീസ് കവി, തിരൂരങ്ങാടി PSM കോളേജിൽ നിന്ന് വരുന്നു. BSc ഫിസിക്സ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. എൻ്റെ പേര് മുഹമ്മദ് ആദിൽ, PSM കോളേജ് തിരൂരങ്ങാടിയിലാണ് പഠിക്കുന്നത്. BSc സുവോളജി 3rd ഇയർ ആണ്, വൈലത്തൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് പ്രണവ്, MES നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നു. ഫസ്റ്റ് സെം നഴ്സിംഗ് BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് മുഹമ്മദ് ആദിൽ, MES നഴ്സിംഗ് കോളേജിലാണ്, ഫസ്റ്റ് സെം BSc നഴ്സിംഗ് പഠിക്കുന്നു. വീട് മൂർക്കനാടാണ്. എൻ്റെ പേര് മുഹമ്മദ് മിഥിലാജ്, MES മമ്പാട് കോളേജ് അരികോട് നിന്ന് വരുന്നു. എൻ്റെ പേര് അൻഷിദ് റഹ്മാൻ, MES മമ്പാട് കോളേജ് അരികോട് നിന്ന് വരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് പ്രാഥമിക റൗണ്ടിൽ ഏകദേശം 36 ടീമുകൾ പങ്കെടുക്കുന്നു. അത് വലിയൊരു സംഖ്യയാണ്. അപ്പോൾ ഞാൻ ഈ ക്വിസിങ്ങൊക്കെ മരിച്ചുപോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടിൽ നിറയെ ക്വിസിങ് മത്സരങ്ങളുണ്ടായി. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. ആ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴല്ല, കുറച്ച് മത്സരം മുന്നോട്ട് പോയതിന് ശേഷം. സോ നമ്മുടെ റൂൾസ്, നിയമങ്ങൾ. ആദ്യത്തെ ചോദ്യം ടീം എ, അവരുത്തരം പറയുന്നില്ല ടു ടീം ബി. പിന്നെ അവരുത്തരം പറയുന്നില്ല, C ആൻസർ ചെയ്യുന്നു. പക്ഷേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിക്കാണ് പോകും, തിരിച്ചൊന്നും വരില്ല. കാരണം എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ പോയിൻ്റാണ്. അപ്പോൾ ഡി ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇക്കാണ് പോവുക. പിടിയിട്ടില്ല. റിട്ടേൺ എന്ന് പറഞ്ഞ പരിപാടിയില്ല. റിട്ടേണും ഇല്ല. ഒരു മണ്ടത്തരം ക്വിസിങ്ങിൽ നമ്മൾ ചെയ്യാറുണ്ടെന്ന് അറിയോ? ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചു, ഏറ്റവും ടഫ്. അപ്പോൾ ടീം 1 ആൻസർ ചെയ്തില്ല, ടീം 2 ആൻസർ ചെയ്തില്ല, ടീം C ആൻസർ ചെയ്തില്ല, ടീം D ആൻസർ ചെയ്യുന്നു. അപ്പോൾ ടീം Dക്ക് പകുതി പോയിൻറ്റ്. അങ്ങനെയല്ല സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ എല്ലാവർക്കും ഒരേ പോയിൻ്റാണ്. എ ക്വസ്റ്റ്യൻ ഇസ് എ ക്വസ്റ്റ്യൻ എന്തായാലും. കാരണം ഒരേ ലെവലിലുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും ചോദിക്കുന്നത്. വിവിധമായിട്ടുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള സ്പോർട്സ് അവിടെ, സിനിമ വേറെ, അങ്ങനെയല്ലോ ഇവിടെ. ഒറ്റൊന്ന് ഭരണഘടന മാത്രമേ ഉള്ളൂ. ഭരണഘടനയും അത് ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങളും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ടീം എയിൽ തുടങ്ങാം. ഭരണഘടന പ്രകാരം ആർട്ടിക്കിൾ 356 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ അപകടം എന്താണ്? പറഞ്ഞോ. സ്റ്റേറ്റ് എമർജൻസിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. സ്റ്റേറ്റ് എമർജൻസി അങ്ങനെ സാധനമില്ലല്ലോ. സ്റ്റേറ്റിന് അങ്ങനെ എമർജൻസി? സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ, അതായത് ഇല്ലില്ല, അങ്ങനെയില്ല. സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ ഇല്ല. നെക്സ്റ്റ്. ആർട്ടിക്കിൾ 356 പ്രകാരം സ്റ്റേറ്റ് എമർജൻസിയാണ് ഡീൽ ചെയ്യുന്നത്. സ്റ്റേറ്റ് എമർജൻസി അല്ല, സ്റ്റേറ്റ്
നിങ്ങൾക്ക് എന്തോ കൺഫ്യൂഷൻ തോന്നുന്നു, ബാക്കി അത് നോക്കട്ടെ, ഇമ്പ്രൂവ് ചെയ്ത് നോക്കട്ടെ. സ്റ്റേറ്റിലൊരു എമർജൻസി പ്രഖ്യാപിക്കുമോ? പറയും. ആർട്ടിക്കിൾ 356 പറയുന്നത് സ്റ്റേറ്റിൽ രാഷ്ട്രപതി ഭരണം. കറക്റ്റ്, രാഷ്ട്രപതി ഭരണമാണ്, എമർജൻസി അല്ലല്ലോ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞത്, ഏറ്റവും എളുപ്പ ഉദാഹരണം പറഞ്ഞത്, EMS മന്ത്രിസഭയെ പിരിച്ചുവിടുന്നു. അതാരാ പിരിച്ചുവിടുന്നു? കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിടുന്നു. ഗവർണറുടെ ശുപാർശ പ്രകാരമാണ്. അല്ല, ഗവർണർ ഒരാൾ തന്നെയാണ്, അപ്പോൾ എൻ്റെ ശുപാർശ അങ്ങനെ ആയിരിക്കുമല്ലോ, മനസ്സിലല്ലേ? അതനുസരിച്ച് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രസിഡൻ്റ് ഭരണം നടത്തുന്ന ഗവർണറാണ്. അത് ഇന്ത്യയിൽ 100 കണക്കിന് തവണ അത് ഉപയോഗിച്ചിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അട്ടിമറിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. EMS മാത്രമൊന്നുമല്ല, കോൺഗ്രസ് കാലത്തും ഇഷ്ടംപോലെ മന്ത്രിസഭകൾ പിരിച്ചുവിട്ടിട്ടുണ്ട്, ജനതാദൾ കാലത്ത് പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭരണഘടന വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഗവർണർ റിപ്പോർട്ട്സ് ദാറ്റ് ദർ ഇസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ എ പെർട്ടിക്കുലർ സ്റ്റേറ്റ്, on his advice, the central government can dismiss the government, state government. എമർജൻസി ഇല്ലല്ലോ, എമർജൻസി ഒരു സ്റ്റേറ്റിലായിരിക്കും പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ചോദ്യം വരുന്നത് ടീം ഡീനോട്. ഈ അടുത്ത് ഭരണഘടനാപരമായിട്ടൊരു വിഷയത്തിൻ്റെ മുകളിൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോടതിയുടെ ഒരു വിധിയും വന്നിട്ടുണ്ട്. എന്താണത്? അത് ഫുള്ളായിട്ട് പറഞ്ഞാൽ, അല്ലാതെ പെട്ടെന്ന് ഇന്നത്തെ പത്രത്തിലെ കാര്യം പറഞ്ഞതല്ല. എന്താകുമ്പോൾ അത് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സംവരണം. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പണ്ടും സംവരണമില്ല, ഇനിയും സംവരണം ഉണ്ടാവില്ല. അതല്ല പ്രശ്നം. മുസ്ലിം കുട്ടികൾക്ക് സംവരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. അതിലോട്ട് ഞാൻ വരാം. ശരി, അറിയില്ല. വെറുതെ അലീഗറുകാർക്ക് ഒരു പോയിന്റ് കൊടുക്കല്ലേ. OBC വിഷയവുമായി ബന്ധപ്പെട്ടാണ്. OBC വിഷയമായിട്ടൊന്നും ബന്ധപ്പെട്ടില്ല. അതിൻ്റെ മൈനോറിറ്റി സ്റ്റാറ്റസ്. കറക്റ്റ്, ന്യൂനപക്ഷ പദവി പറഞ്ഞാൽ. അപ്പോൾ ന്യൂനപക്ഷ പദവി നിങ്ങൾ വിശ്വസിക്കൂല, അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് 1967 തൊട്ടിട്ട് ഇതുവരെ ന്യൂനപക്ഷ പദവിയില്ല. MESനുള്ള മാത്രം ന്യൂനപക്ഷ പദവിയില്ല. അവിടെ സെൻട്രൽ ഗവൺമെൻറ് സാധാരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് കോളേജ് മാതിരിയോ സെൻട്രൽ ഗവൺമെൻറ് കോളേജ് മാതിരിയാണ്. അതെടുത്ത് മാറ്റി സുപ്രീം കോടതിയുടെ വലിയ വിധി വന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? വിധി വന്നത് ന്യൂനപക്ഷ പദവി. അപ്പം ന്യൂനപക്ഷ പദവി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് 50-50 വേണിച്ചാവാം. നിങ്ങൾക്ക് പെർസെൻറ്റേജ് കുറക്കാം. നിങ്ങളുടെ അധ്യാപകരെ അപ്പോയിൻറ്റ് ചെയ്യാം, ഏത് ന്യൂനപക്ഷത്തിനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടീം ബി. വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് മൈനോറിറ്റി ഇൻ ദി ആസ് പെർ ഈ വിദ്യാഭ്യാസ രംഗത്തെ മൈനോറിറ്റി എന്ന് പറയുമ്പോൾ ആരാണ്? മൈനോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂരിപക്ഷത്തിൽ താഴെ നിൽക്കുന്നവരാണല്ലോ സാധാരണമായി. അപ്പോൾ കേരളത്തിലെ നായന്മാർ ഭൂരിപക്ഷത്തിൽ താഴെയല്ലേ? അവർക്ക് ന്യൂനപക്ഷമാവും. അവർ ഇപ്പൊ രാജ്യത്തെ ഒരു പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോ അവരുടെ താഴെ നിൽക്കണം. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഹിന്ദുക്കൾ, കേരളം എടുക്കുന്നേ. എന്നിട്ട് നമുക്ക് ന്യൂനപക്ഷ ഇപ്പൊ ന്യൂനപക്ഷ പദവിയെ പറ്റിയാ പറഞ്ഞത്. ന്യൂനപക്ഷങ്ങൾ ആരാന്നുള്ളതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ആരാണ് ന്യൂനപക്ഷ പദവിക്ക് അർഹരെന്നാണ് എൻ്റെ ചോദ്യം. നമ്മുടെ OBCs വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ OBCs ഒക്കെ ഇല്ലേ? നമ്മുടെ OBC എങ്ങനെയാണ് ന്യൂനപക്ഷമാണ്? ആൻസർ ടോട്ടലി റോങ്. ടീം സി അറിയില്ല. ചേടാ, എല്ലാം മാപ്പിളമാരാന്നുള്ള വിചാരിച്ചിരുന്ന അവർക്ക് അറിയില്ല ന്യൂനപക്ഷ പദവി ആയിരിക്കാം എന്നുള്ളത്. കേട്ടോട്ടോ, MES യൂത്തിങ്ങാരൊക്കെ. അപ്പോൾ ടീം ഡി, ന്യൂനപക്ഷ പദവിക്ക് അർഹരായിട്ടുള്ള ഏതൊക്കെ സമുദായങ്ങളാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങളാണെന്ന്? മുസ്ലിം, പിന്നെ ക്രിസ്ത്യൻ, പാഴ്സി, ജൈന, ബുദ്ധ. കറക്റ്റ്. ഇനി വല്ലതും ഉണ്ടോ ന്യൂനപക്ഷ പദവി? ഇത്രയല്ലേ ഉള്ളൂ. വേറൊരു ന്യൂനപക്ഷം കൂടെ ഉണ്ട്, അത് പറഞ്ഞ് ഞാൻ അതിലോട്ട് വരാം. ഇനിയൊന്നുമില്ലല്ലോ. SC/ST സമ്മതിച്ചെന്നേ. ഇനി വേറൊന്നുമില്ലല്ലോ. ഇല്ല. ശരി, നോക്കാം നമുക്ക്. ബാക്കിയുള്ളവർ പറഞ്ഞാൽ വലിയ പോയിന്റ് ഞങ്ങൾക്ക് തരും. അടുത്ത് ഈ ജൂതരുണ്ട്, അതൊക്കെ പറഞ്ഞോളൂ. ജൂതന്മാരെന്ന് പറഞ്ഞു, സിഖ്, പായ്സി, അതൊക്കെ സമ്മതിച്ചു. അതല്ലാതെ വേറെ വല്ല ന്യൂനപക്ഷം ഉണ്ടോ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ? ഞാൻ ചോദിച്ചു. സാമ്പത്തികമായി അല്ല, അതല്ല, സാമ്പത്തികമല്ല. ഇല്ല. കഴിഞ്ഞു. ഓഡിയൻസ് പറഞ്ഞോ, വക്കീൽ പറഞ്ഞോളൂ. കറക്റ്റ്. ഭാഷാപരമായ ന്യൂനപക്ഷങ്ങൾ. ഉദാഹരണമായിട്ട് തമിഴ്നാടുകാർ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് ന്യൂനപക്ഷ പദവിയുണ്ട്. തെലുങ്കന്മാർ ആന്ധ്രയിൽ പോയാലുണ്ട്. അതാണ് കാശ്മീരുകാർ പറയണത്. കാശ്മീരിലെ ഹിന്ദുക്കൾ അവിടെ ന്യൂനപക്ഷമാണ്, മനസ്സിലല്ലേ? അവർ പറഞ്ഞു ഞങ്ങൾക്ക് ന്യൂനപക്ഷ പദവി തരണം എന്ന്. കറക്റ്റാണ് അവർ പറഞ്ഞത്, മനസ്സിലായോ? മതപരമായിട്ടല്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ആരോടാ?
ടീം ബി ചോദിച്ചു, ടീം സി അല്ലേ നെക്സ്റ്റ്. അടുത്ത സിമ്പിൾ ചോദ്യം, ആർട്ടിക്കിൾ 4:14 വിവരിച്ച്. ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാ പൗരന്മാരും തുല്യരാണ്. എന്നിട്ട് എല്ലാവരും തുല്യരല്ലല്ലോ, അപ്പോൾ അതെങ്ങനെ പറയും? അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ തുല്യരാവും. ആ പോയിന്റ് ഞാൻ നന്നേക്കാം. അപ്പോൾ അതിൻ്റെ ചോദ്യം വരുന്നത്, ഭരണഘടന പറയുന്നത് ദർ ഇസ് സംതിങ് കോൾഡ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, ന്യായമായിട്ടുള്ള വിവേചനം. അതെന്താണ് ഭരണഘടനയിൽ പറയുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ്, ഗവർണർമാരൊഴികെയുള്ള എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. വിവേചനം എന്ന് പറഞ്ഞത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ. അല്ല പറഞ്ഞോ. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നതാണോ? അല്ല, അതെ, ഇതിൽ തന്നെ പറയുന്നുണ്ട്, അത് ഭരണഘടന പറയുന്നുണ്ട് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം. അങ്ങനെ എല്ലാവരും തുല്യമാണെങ്കിൽ പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ അങ്ങനെയല്ലോ ഇപ്പോൾ പോകുന്നു. നിയമം മുഖേന എല്ലാവർക്കും തുല്യ അല്ല റിസർവേഷൻ എല്ലാം കറക്റ്റ്, യെസ്. അതായത് സംവരണം വരുമ്പോൾ അത് ഒറിജിനലി SC/ST മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്ന്, എല്ലാവരും തുല്യരാണെങ്കിൽ ആരും കേസ് കൊണ്ടേ കൊടുക്കില്ല, ഇവർക്ക് മാർക്ക് കുറഞ്ഞതിന് എന്തിനാ സീറ്റ് കൊടുക്കണം. അപ്പോഴാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, അത് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യാം നിയമത്തിൻ്റെ ഉള്ളിൽ എന്നുള്ളത്. അങ്ങനെയാണ് SC/ST സംവരണം വരുന്നത്. ഒരു രാജ്യം ഒരു എലക്ഷൻ, അത് നടപ്പാക്കാൻ പറ്റുമോ? അത് അങ്ങനെ നടപ്പാക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ്? കാരണം ഭരണഘടന ഭേദഗതി എങ്ങനെയും വേണ്ടി വരും. അപ്പൊ പറഞ്ഞ ബാക്കി പറഞ്ഞ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലെന്ന് ഞാൻ പറയുക. എങ്ങനെയാണ്? നമ്മുടെ ആർട്ടിക്കിൾ ഞങ്ങള് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തില് 416 സീറ്റ് ഉണ്ടായിരുന്നു കോൺഗ്രസിന്. ഞങ്ങളുടെ ഭരണഘടന മൊത്തം അങ്ങോട്ട് എടുത്തു മാറ്റി, അവർക്ക് തോന്നിയൊക്കെ ചെയ്യാലോ. ഭരണഘടന അങ്ങനെ എടുത്തു മാറ്റാൻ പറ്റില്ലല്ലോ. ഇല്ല അല്ലേ? എന്നിട്ട് എമർജൻസി നടപ്പാക്കിയില്ലേ? അല്ല, ഞാൻ ബാധിക്കണം, നീ പറഞ്ഞ ശരിയാ. അതിൽ പോയിന്റ് നടപ്പാക്കാൻ പറ്റൂല എന്ന് പറയാനുള്ള കാരണം, 2 സഭകളിലും 2/3 ഭൂരിപക്ഷം ഉണ്ടാവണം. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ അനുവാദം വേണ്ടേ ഓരോ സ്റ്റേറ്റിൽ? അത് ശരി, ഒരു പോയിന്റ്. അത് നടപ്പാക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ എന്താണ്? ടീം സി ഇനി നിങ്ങൾക്ക് പോയിന്റ് നോട്ട് ചെയ്യാം. ഒരു പോയിന്റ് ഉണ്ട്, പ്രായോഗികമായിട്ടൊരു ബുദ്ധിമുട്ട് പറയും. നമ്മുടെ മുന്നിൽ ഉള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ നടപ്പാക്കി ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾ 2/3 ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഞങ്ങൾ നടപ്പാക്കി. അപ്പോൾ എന്താ പ്രശ്നം പറ്റുക പറയും? ടീം ഡി നടപ്പാക്കിയാൽ സംസ്ഥാനങ്ങളുണ്ടാവുന്ന എന്താണ് പ്രതിസന്ധി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറയും, കേൾക്കുമ്പോൾ നല്ലൊരു കാര്യമാണല്ലോ. എല്ലാവരും ഒരുമിച്ച് നടത്തി കളയുന്നത്, പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും എല്ലാം കൂടെ ഒറ്റ ദിവസം നടത്താം. ടീം ഇ സമയം ഞാൻ തന്നു കഴിഞ്ഞു. ടീം ഇ അത് ഫെഡറൽ ഭരണത്തിന് എതിരാവും, രാജ്യം മൊത്തം സ്തംഭിക്കും. കേക്ക്, നീ ചുമ്മാ ഇവിടെ ഡയലോഗ് അടിക്കില്ല. മഹാത്മാഗാന്ധി രാജ്യത്തെ സംരക്ഷിച്ച മാതിരി അതൊന്നുമില്ല. പ്രായോഗികമായിട്ട് എന്ത് ബുദ്ധിമുട്ടാവുമ്പോണ്ടാവുമോ നമ്മുടെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നാണ് ഞാൻ ചോദിച്ചത്. ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ കോസ്റ്റ് കൂടും, ചെലവ് നീ അപ്പം അതിന് അനുകൂലമായിട്ടില്ല സംസാരിക്കും. കോസ്റ്റ് കൂടുന്ന പറഞ്ഞാൽ അനുകൂലമായിട്ട് പറഞ്ഞത്. പിന്നെ ഒരു എന്താ പറയുക, ജനറൽ ട്രെൻഡ് ആയിരിക്കും. അതായത് BJPക്ക് ഇപ്പോൾ രാജ്യത്ത് മൊത്തത്തിലൊരു പൊളിറ്റിക്കൽ ഒരു ആനുകൂല്യം ഉണ്ടാകുമ്പോൾ രാജ്യത്തുള്ള മൊത്തം സംസ്ഥാനങ്ങളും ചിലപ്പോൾ അത് അനുകൂലമായിട്ട് മാറും. ഒരുമിച്ചല്ല നടക്കുന്നത്. അതല്ല, പ്രായോഗികമായിട്ട് എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടുള്ളത് ഇപ്പം നിലവിൽ തദ്ദേശ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ, ലോക്സഭാ ഇലക്ഷൻ, ഇത് 3 സമയങ്ങളിലാണ് നടക്കുക. അപ്പോൾ ജനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശവും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഒരു ഒറ്റ ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് എല്ലാ ഗവൺമെന്റും സ്ഥിരമാവും. അപ്പോൾ ജനങ്ങൾക്ക് അവരെ ഒരു വീണ്ടും വിചാരണ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടില്ല. അതൊരു പ്രശ്നം അല്ല, അതിനെക്കാട്ടും വലിയ പ്രശ്നമുണ്ട്. നോക്കട്ടെ, അതിന് പോയിന്റ് ഞാൻ തരാം. ഇവരാരും ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പറയണ്ട. സ്ഥിര ഗവൺമെന്റ് ഇല്ലെങ്കിൽ അത് പൊതുവെ ഒരു അക്രമ രാഷ്ട്രീയത്തിലേക്ക് പോകുമല്ലോ. നീ ഒരു അക്രമിയാണ് കേട്ടോ. വിൽ ഗിവ് ദ പോയിന്റ് ടു എ. അവിടെ എല്ലാ പ്രശ്നം ഒന്ന്, ഈ ഈക്വൽ ഗവൺമെന്റ് പറയണമെങ്കിൽ എന്നായിരിക്കും ലോക്സഭാ ഇലക്ഷൻ അടുത്തത്? 2028 അല്ലേ അടുത്ത ഇലക്ഷൻ എന്നാ? 2028 ലോക്സഭ 29 എന്തായിക്കോട്ടെ. നമുക്ക് എന്നാണ് കേരള അസംബ്ലിയുടെ അവസാനം? 2026 കേരളത്തിലെ അടുത്ത ഇലക്ഷൻ. അപ്പൊ ഈ 3 കൊല്ലം ആരുണ്ടാവും? പിന്നെ 3 കൊല്ലം കേരളം ആര് ഭരിക്കും?
അത് തന്നെ. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഉദ്ദേശം ഇതല്ലേ. അതിനെ കേരള ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് ഞാനതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള പരിപാടിയും വേണ്ട, ഏകീകൃത പരിപാടിയൊന്നും വേണ്ട. ബംഗ്ലാദേശ് യുദ്ധം ഇന്ദിരാഗാന്ധി ജയിച്ചപ്പോൾ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇന്ദിരാഗാന്ധി അങ്ങോട്ട് ജയിച്ചു. അതിനുശേഷം എന്തുപറ്റി? എമർജൻസി വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഏകാധിപത്യത്തിനുള്ള വഴിയാണ് നിങ്ങൾ തെളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെഡറൽ സിസ്റ്റത്തിന് ഇത് എഗെയിൻസ്റ്റാണത്. എലക്ഷനിൽ നിങ്ങൾ ഗവൺമെൻറ് നിങ്ങളൊരു നല്ല പണി ഒപ്പിച്ചാൽ പോലെ ഗവർണർ വെച്ചിട്ട് ഒരു മന്ത്രിസഭ അങ്ങോട്ട് വിരിച്ചുവിടുക. ഇന്ന് തന്നെ നമുക്ക് പിണറായി വിജയനെ അങ്ങോട്ട് വിരിച്ചുവിടാം. പിന്നെ 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇലക്ഷനുള്ളൂ. അങ്ങനെ വരിക. ഭരണഘടനാ പ്രകാരം ഉള്ളത് അങ്ങനെയല്ല. സംസ്ഥാനങ്ങൾക്കൊരു ഇലക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ആ ടേം അവർ പൂർത്തിയാക്കണം. പിടിയിട്ടില്ലേ? അതിന് പാര വെക്കുന്ന പരിപാടിയാണ്. അടുത്ത വിഷയം, ഇതൊക്കെ ഞാൻ ആനുകാലിക വിഷയങ്ങൾ ചോദിക്കുകയാണ്. വഖഫ് ബിൽ നിങ്ങൾ കണ്ടാണോ? ഈ വഖഫ് ബില്ലിനെ പറ്റിയിട്ട് വഖഫോ എന്തോ കേട്ടോ, അതിലെന്താ പ്രശ്നം? മാപ്പിള എന്ന് പറയണമെന്നിട്ട് കാര്യമില്ല മോനെ. ഞാൻ ഇപ്പം മാപ്പിളമാരുടെയൊക്കെ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ വട്ടിയും ഡി വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ. വഖഫ് ബോർഡ് ആരും പിരിച്ചുവിടുന്നില്ല. അടുത്ത് പറയും. വഖഫ് ബോർഡൊന്നും പിരിച്ചുവിടാൻ പറ്റില്ല. ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോപ്പർട്ടി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഈ മുസ്ലിം ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിലേക്ക് ഈ പറയുന്ന നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകളെ ഇൻവോൾവ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമം ആണ് പറയുന്നത്. അത്ര മതി. കറക്റ്റാ. അത്ര അപ്പുറത്തോട്ട് പറയാനുണ്ടോ? അല്ല, ചുമ്മാ എന്ന് പറഞ്ഞേക്കുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അല്ലേ, നിങ്ങൾക്ക് വല്ലതും പറയേണ്ടി പറഞ്ഞോ? ഇയാൾ പറഞ്ഞാൽ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ പോയിന്റില്ല. അവർ കുറച്ചും കൂടെ അവർക്ക് വിവരിച്ച് പറയാണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയുമായി അതിൻ്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും മോനെ ഇങ്ങനെ പരത്തിയൊന്നും പറയണ്ട. ആഴത്തിൽ പറയാം. അപ്പോൾ അയാൾ പറഞ്ഞാണ് കറക്റ്റ്. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് ഹിന്ദുക്കളുടെ, അതിലൊരൊറ്റ മുസ്ലിമും ഇല്ല, ക്രിസ്ത്യാനും ഇല്ല. ഗുരുദ്വാര ശിരോമണി പ്രബന്ധക കമ്മിറ്റി SGPC, സിഖ് സുവർണ ക്ഷേത്രമടക്കമുള്ള എല്ലാ ക്ഷേത്രങ്ങളും അവരെ കൺട്രോളാണ്. അതിലും വേറെ ആരുമില്ല. അപ്പോൾ ഒന്നും ഇല്ല. ഇപ്പോൾ ഉദാഹരണം MP എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഒരു MP ഉണ്ടാവും. പക്ഷെ അതിൽ എഴുതിയിട്ടുണ്ട് MP ഷുഡ് ബി മുസ്ലിം. അതേമാതിരി തന്നെ അതിൽ എഴുതിയിട്ടുണ്ട് വനിതാ പ്രാതിനിധ്യം ഉണ്ട് ഓൾറെഡി. അതില്ല എന്നുള്ള മട്ടുള്ള പറഞ്ഞത് അതിലുണ്ട്. ആ 2 സ്ത്രീകൾ മുസ്ലിം ആയിരിക്കണം എന്നുണ്ട്. കാരണം ഇതൊരു മുസ്ലിം എൻഡോവ്മെൻ്റ് അല്ലേ. അതിൻ്റെ മുകളിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഓൺലി ത്രൂ എ മുസ്ലിം കമ്മ്യൂണിറ്റി. അത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. നമുക്ക് തോന്നിയതിനാക്കിയതൊന്നുമല്ല. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമുണ്ട്. അതിൽ തിരിമറി ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ പോകാം. അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, റിലീജിയസ് റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്, അതിലൊക്കെയുള്ള ഒരു കടന്നുകയറ്റം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു തികച്ചും ഒരു കടന്നുകയറ്റമായിട്ടാണ് ഞാനത് കാണുന്നത്. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 370. എന്താണ് അതിൻ്റെ പ്രശ്നം? ജമ്മു കാശ്മീർ. നീ വെറുതെ ഡയലോഗ് അടിക്കരുത്. പ്രത്യേക പദവി എടുത്ത് കളഞ്ഞു. എന്താണ് ആ പ്രത്യേക പദവി? അല്ല, എനിക്കറിയണ്ടേ എന്താണ് ആ പ്രത്യേക പദവി? ഒരു കാര്യം, അവിടുത്തെ ലാൻഡ് ഒന്നും ബാക്കിയുള്ള ആൾക്കൊക്കെ മേടിക്കാം. കറക്റ്റ്. അങ്ങനെ 1-2 പറയാം. അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുമോ? പുറത്തുനിന്നുള്ളവർക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ പഠിച്ചിട്ടുണ്ടേ. പിന്നെ അങ്ങനെ അവിടെ പഠിക്കുകയൊക്കെ ചെയ്യാം. അത് വെറുതെ ഉണ്ടാക്കുന്ന ന്യൂസാണ് അത്. പിടികിട്ടിയ പിന്നെ പ്രത്യേക പദവി മണിപ്പൂരിനുണ്ട്, മേഘാലയക്കുണ്ട്, നാഗാലാൻഡിനുണ്ട്. അതൊന്നും മറച്ചു വെച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് മാത്രമാണ് പ്രത്യേക പദവി എന്ന് പറഞ്ഞത് ശരിയല്ല. അപ്പോൾ അതൊക്കെ ഇപ്പം ഞാൻ എന്താ പറയുക, ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസാണ്. നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസൊക്കെ പഠിക്കണം. പ്രത്യേകിച്ച് ഇതൊക്കെ ആണുങ്ങളാണ്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ പഠിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളും പഠിച്ചില്ലെങ്കിലോ, നാളെ ഒരു സമരം വന്നാലോ, ഒരു പ്രശ്നം വന്നാലോ, അതിൻ്റെ അടുത്ത് ഈ കുട്ടിക്ക് വിവരമില്ല എന്നുള്ള വിവരമുള്ള കുട്ടിയുടെ വന്നത് മനസ്സിലേ. അതല്ല, പക്ഷേ നിങ്ങൾ പഠിച്ചിരിക്കണം റിലീജിയനെ പറ്റിയിട്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 370 ഏതൊരു ആർട്ടിക്കിളാണ് ആയിക്കോട്ടെ, അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് മതങ്ങളെ പറ്റിയിട്ട്? ആർട്ടിക്കിൾ 25 പ്രകാരം ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യം. അതെന്താണ് പറയുന്നത്? മതസ്വാതന്ത്ര്യം എല്ലാ മതങ്ങൾക്കും ഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. ഒന്നുമല്ല, അത് വളരെ ക്ലിയർ ആയിട്ട് വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വേറെ എന്താ പറഞ്ഞു? അതായത് ആ മതത്തിന്റെ വിശ്വാസം കാര്യങ്ങളും പ്രചരിപ്പിക്കാനുള്ള അവകാശങ്ങളുണ്ട്. വിശ്വാസം അവരുടെ ആശയങ്ങള് അതെല്ലാം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്. ടു പ്രൊഫസ്, പ്രീച്ച് ആൻഡ് പ്രൊപ്പഗേറ്റ്. കാരണം ഈ സുവിശേഷ യോഗം കണ്ടില്ലേ, ഞങ്ങളതൊക്കെ പഠിത്തന്നെ നിർത്തും. അതിന് തമാശ പറഞ്ഞുണ്ട്. അതൊക്കെ നിർത്തണം എന്നാണ് അവർ പറഞ്ഞു വരുന്നത്.
ചില റിലീജിയസ് കൺവെർഷൻ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഫ്രീഡം ഓഫ് റിലീജിയൻ ബില്ലുകൾ വരണട്ടെ, കണ്ടില്ലേ നിങ്ങൾക്ക് കൺവെർഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല കൺവേർട്ട് ചെയ്യണം, പക്ഷേ ട്രൈബൽ, ദളിത് അവരുടെ അവകാശമല്ലേ ടു കൺവേർട്ട്. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് കൺവേർട്ട് ചെയ്തോട്ടെ, ബുദ്ധിസ്റ്റിൽ കൺവേർട്ട് ചെയ്തോട്ടെ, ജൈന മതത്തെ കൺവേർട്ട് ചെയ്തോട്ടെ, അതെടുത്ത് കളയല്ലേ. ഒരാൾക്ക് ഇഷ്ടമുള്ളൊരു മതം അയാൾക്ക് ആസിപ്പം അതിൽ മറ്റേ പ്രചരണത്തിന് പൈസയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പണം ഉപയോഗിച്ച് അതിനെ എതിർക്കുക. പക്ഷേ ആ റൈറ്റ് ഓഫ് എ ഹ്യൂമൻ ബീങ് അതെടുത്ത് കളയണം, മനസ്സിലായോ? എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല, കളയെന്ന് പറയുന്നത് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രം. പോയിന്റ്. സോ ടീം ബി ഗെറ്റ്സ് 1 point. അവർ കറക്റ്റായിട്ട് പറയുന്നത്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യണ ടീം നിങ്ങൾക്കറിയാം, അംബേദ്കറുടെ നേതൃത്വത്തിൽ വന്നപ്പോൾ അതിൽ നെഹ്റു കുടുംബത്തിൽപ്പെട്ട ആരായിരുന്നു ഉണ്ടായിരുന്നത്? അംബേദ്കർ ആണല്ലോ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആരാ? മിറ്റൽ നെഹ്റു കുടുംബത്തിൽ നിന്നാണ്. വാ, അറിയില്ലെങ്കിൽ വിട്ടേക്കാൻ സമയങ്ങൾ എഴുതിട്ടോ. കെ മുൻഷി നെഹ്റു കുടുംബത്തിൽ നിന്നാണ്. മൈ ഗോഡ്. വാ. ഇന്ദിരാഗാന്ധി ആ കാലത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ടാക്കാനോ? അന്ന് ഇന്ദിരാഗാന്ധിക്ക് 20 വയസ്സെങ്ങാണ്ടുള്ളൂ. മോത്തിലാൽ നെഹ്റു ഇല്ല, അയാൾ മരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അടുത്ത ആൾ. ക്വസ്റ്റ്യൻ ഇന്ദിരാ കുടുംബത്തിൽ ആരായിരുന്നു ഭരണഘടന എൻ്റെ സമിതിയിലുണ്ടായിരുന്നത്? ഇന്ത്യയുടെ ഭരണഘടനാ സമിതി അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള അതിൽ ആരാണ് ഉണ്ടായിരുന്നത്? നെഹ്റു കുടുംബത്തിൽ നിന്നും. വിജയലക്ഷ്മി പണ്ഡിറ്റ്. കറക്റ്റ്. നീ നല്ല ഗസ് അടിച്ചിരിക്കുന്നത്. കറക്റ്റ്, അത് കറക്റ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ്. അല്ലാതെ ഇന്ദിരാഗാന്ധി അവിടെ അങ്ങനെ. ഇന്ദിരാഗാന്ധി വള്ളി ട്രൗസർ ഇട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിൽ എടുക്കുമോ? കങ്കന റണോട്ട് അഭിനയിച്ച അടുത്തിറങ്ങിയ ഒരു പടമാണ്. ആ പടത്തിൻ്റെ എന്തായിരുന്നു അതിൻ്റെ ഇതിവൃത്തം? കങ്കന റണോട്ടിനെ പറ്റി കേട്ടിട്ടില്ലേ? ആ പറഞ്ഞോ. എമർജൻസി. കറക്റ്റ്, എമർജൻസി. യെസ്, എമർജൻസി. ടീം ബി. എമർജൻസിയെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഒരു കറുത്ത ഏടാണ്, ഒരു അധ്യായമാണ് എമർജൻസി. എമർജൻസി വരുമ്പോൾ സാധാരണ നമ്മുടെ മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എമർജൻസി വരുമ്പോൾ നല്ല അന്നത്തെ എമർജൻസിയിൽ എന്ത് നടന്നെന്ന് ചോദിച്ചു. ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് പിന്നെന്തുണ്ടായി? സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ജനങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. പിന്നെന്തുണ്ടായി? വേറെന്ത് ചെയ്തു? അത് മാത്രമൊന്നുമല്ല, പിന്നെ കുറെ അക്രമ സംഭവങ്ങളും നടന്നുല്ലോ. അക്രമത്തെ ആ വഴിക്ക് കൂടെ പോയിട്ടില്ല, അത്ര സ്ട്രോങ് ആയിരുന്നു. ആക്രമിച്ചവൻ്റെ പണി ഇറന്നിട്ട് വന്നു. ശരി, കുറച്ച് ബാക്കി അതിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയൂ. എൻ്റെ ക്വിസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇയാളുടെ വാപ്പാടെ പേരെന്താണ്, അയാളുടെ ഉമ്മയുടെ പേരാണ്. ആ ക്വിസ് അല്ല, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോളജ് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ടീം സി. ഇന്ത്യ സാമ്പത്തികമായി വളരെ ഇന്ത്യ സാമ്പത്തികമായിട്ടല്ലാതെ, ദാറ്റ് ഈസ് കോൾഡ് ഫിസ്ക്കൽ എമർജൻസി. അതല്ലതോ? ഇന്ത്യയിൽ 3 തവണയാണ് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ചൈന ആക്രമണ സമയത്ത്. ചൈന ആക്രമിച്ചിട്ടൊന്നുമില്ല ഇന്ത്യ ഒന്നും. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അല്ല അതൊന്നുമല്ല എമർജൻസി എന്നുള്ള പേരിൽ പറയപ്പെടുന്ന. അത് ഇടയ്ക്കിടയ്ക്ക് എമർജൻസി പ്രഖ്യാപിക്കാറുണ്ട്. അതല്ലത്. ഇന്ത്യയിലൊരു, ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ചരിത്രത്തിലൊരു കറുത്ത ഏടാണ് എമർജൻസി. കിസ്സ കുർസിക്കൊക്കെ വഴിക്ക് കൂടെ പെട്ടാൽ കയ്യിലോട്ടൊക്കെ നിക്ക് അതൊക്കെ പറയട്ടെ, കാര്യം പറയേ. ടീം ഇ. ഇന്ത്യയിൽ ടോട്ടലി 3 തവണയാണ് എമർജൻസി ഡിക്ലെയർ ചെയ്തത്. 3 എമർജൻസി അല്ല, ഒരു എമർജൻസി. അത് 1975. മറ്റു യുദ്ധം ഉണ്ടായാലും എമർജൻസി പ്രഖ്യാപിക്കില്ല. അത് എമർജൻസി അല്ല. 1975 എമർജൻസി പറയും. അത് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. അപ്പൊ അതിൽ ഇന്ദിരാഗാന്ധി കൊടുത്തൊരു ടേം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞിട്ടാണ് അതിന് ഡിക്ലെയർ ചെയ്യാൻ കാരണം. ആ ഒരു എമർജൻസി. പിന്നെ അതിന്റെ ഭാഗമായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അഗെയിൻസ്റ്റ് ഇന്ദിരാഗാന്ധിക്ക് എതിരെ. അപ്പൊ അതിലൊന്നാണ് ബീഹാർ പ്രക്ഷോഭം, അതുപോലെ തന്നെ ഗുജറാത്ത് പ്രക്ഷോഭം, ഇങ്ങനെ ഓരോ എമർജൻസിക്ക് മുമ്പുള്ള റീസൺ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ദിരാഗാന്ധി ഇപ്പൊ നമ്മൾ അന്ന് ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതിനെന്തൊക്കെ ചെയ്തു? എമർജൻസി ഡിക്ലെയർ ചെയ്തപ്പോൾ ഇന്ദിരാഗാന്ധി എന്തൊക്കെ ചെയ്തതെന്ന് പറയും. ഈ എമർജൻസി ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് നമ്മളെ 42nd അമെൻഡ്മെന്റ് വരുന്നത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതിന്റെ ഭാഗമായിട്ട് കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ എന്തുണ്ടായെന്ന് പറയാം എമർജൻസി ഡിക്ലെയർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. 1, 2. പിന്നെ കരുതൽ തടങ്കൽ. കറക്റ്റ്. ആരെ പിടിച്ചു കരുതൽ തടങ്കൽ വെച്ച്? ആരെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട്? അതുപോലെ തന്നെ ജയപ്രകാശ് നാരായൺ. അതായത് കംപ്ലീറ്റ് പ്രതിപക്ഷത്തിനെ പിടിച്ചകത്തിട്ട് കംപ്ലീറ്റ് പ്രതിപക്ഷം. അടുത്ത് പിന്നെ അതിന്റെ ഭാഗമായിട്ട്
അടുത്തും കൂടെ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്. ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതൊരു ലോങ് ക്വസ്റ്റൻ ആണ്, 1 പോയിന്റ് നിങ്ങൾക്ക് തരും. അതും കൂടെ ഒരു അഡീഷണൽ പോയിന്റ് അവർ പറയണേ, അവർക്ക് ഒരു 1 പോയിന്റ് കൂടെ കൊടുക്കും. പാർലമെന്റ് കാലാവധി 6 വർഷമാക്കി. കറക്റ്റ്, യെസ്. പാർലമെന്റിന്റെ കാലാവധി 6 വർഷമാക്കിയെന്നേ സ്റ്റേറ്റ് ഗവൺമെന്റുകളൊക്കെ പിരിച്ചുവിട്ടു. അപ്പോൾ എത്ര ഭീകരമായിട്ട് നമുക്ക് ഇന്ത്യയുടെ ഭരണഘടന ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവല്ലത്. പിടിയിട്ടില്ല. അയാൾ പറഞ്ഞത് ശരിയാണ്. ഞാനന്ന് ബീഹാറിൽ പഠിക്കുക. അവിടെ നിന്ന് ജയപ്രകാശ് നാരായണൻ്റെ സമ്പൂർണ്ണ ക്രാന്തി, അതാണ് അതിൻ്റെ പേര്, ടോട്ടൽ റെവല്യൂഷൻ. അത് അന്നാണ്. നമ്മൾ വിചാരിക്കോ 5 കൊല്ലമുള്ള പാർലമെൻറ്റ് 6 കൊല്ലമാക്കുക, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളൊക്കെ പിരിച്ചുവിടുക, ഒരു കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത്ര സ്ട്രോങ് ഒന്നുമല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രോങ് ആണെങ്കിൽ അങ്ങ് നടത്താൻ പറ്റുമോ? ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ നരേന്ദ്രമോദി അത് അങ്ങനെ പ്രഖ്യാപിച്ചാൽ എല്ലാത്തിനും പിടിച്ച് അകത്താക്കിയാൽ എന്ത് ചെയ്യും? ജസ്റ്റ് തിങ്ക്. അപ്പോൾ ചെയ്യുമെന്നുള്ള. പക്ഷെ ഇപ്പം എന്താ ചെയ്യാൻ പറ്റില്ല, കാരണം ഭൂരിപക്ഷമല്ല. മുമ്പായിരുന്നെങ്കിൽ ഒരു 350 സീറ്റ് ഉണ്ടെങ്കിൽ നടക്കും. ഇന്ത്യയുടെ ചരിത്രം, ഇപ്പോൾ പാർലമെൻറ്റിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടെ വന്ന പ്രധാനമന്ത്രി ആരാണ്? എത്ര സീറ്റ് ഉണ്ടായിരുന്നു അവർക്ക്? ജവഹർലാൽ നെഹ്റു. എത്ര സീറ്റ്? 400 സംതിങ്. നോ, പാസ്. ഇന്ദിരാഗാന്ധി. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തുമല്ലോ. മാറി പറഞ്ഞ അവസാനം ഒന്നും കൂടെ പറഞ്ഞു, ഒരു ചാൻസും കൂടെ തരും. അല്ല. A.B. വാജ്പേയി. അല്ല. രാജീവ് ഗാന്ധി. അയാൾക്കറിയായിരുന്നു. രാജീവ് ഗാന്ധി എത്ര സീറ്റാ? ഏകദേശം ഒരു 416 സീറ്റ്. കറക്റ്റ്, 414 സീറ്റ്. ആദ്യം 406 സീറ്റ് ഉണ്ടായി. പിന്നെ ആസാമിലെ ഒരു ബൈ ഇലക്ഷനുകൾ നടന്നപ്പോൾ 414 മാറി. അങ്ങനത്തെ ഒരാൾ വിചാരിച്ചാലേ ഇതൊക്കെ നടക്കുള്ളൂ. നരേന്ദ്രമോദി വിചാരിച്ച ഒരു ചുക്കൂടെ നടക്കാൻ പോണില്ല. നടക്കാനാ? 240 സീറ്റും വെച്ചിട്ട് ജനതാദൾ പാർട്ടിയുടെയും തെലുഗുദേശം പാർട്ടിയുടെ ഭരണത്തിലിരിക്കുമ്പോൾ ഒന്നും നടക്കില്ല. എന്നാൽ കുറച്ച് ഞാൻ തലവേദന എടുക്കണം. ഞാൻ ഈ ഓഫ് ഹാൻഡായിട്ട് ചോദിക്കണമുണ്ട്. ഞാൻ അത് നിർത്തിയിട്ട് രേഷ്മക്ക് ഹാൻഡ് ഓവർ ചെയ്യും. രേഷ്മ പിന്നെ കുറച്ച് കനിവുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ വിദ്യാർത്ഥിയാണ്, DM ന്യൂറോളജി വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് പ്രൊഫസറായിട്ടുള്ള പ്രൊഫസർ മുഹമ്മദ് കുഞ്ഞിൻ്റെ മകളാണ്. ഞങ്ങളിവിടുത്തെ ന്യൂറോളജിസ്റ്റായിട്ടുള്ള അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഹമ്മദ് സുബൈറിൻ്റെ ഭാര്യയാണ്. Okay, thank you, sir. Okay, welcome everybody again. അടുത്ത ക്വസ്റ്റ്യൻ. സോ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കെല്ലാവർക്കും അറിയാം. B.R. അംബേദ്കർ ആണ് മെയിൻ. ഹൂ ഈസ് ദ കാലിഗ്രാഫർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? പ്രേം ബിഹാരി നരേൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പം സ്റ്റോറി ഈസ് വെൻ ആസ്ക്ഡ് ഹി ഡിഡ്ന്റ് ആസ്ക് ഫോർ എനി പെന്നി. പുള്ളിയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് പറയാവോ? ഇറ്റ് വാസ് കെപ്റ്റ്. പോയിൻറ്റ്സ് ഇല്ല, ജസ്റ്റ് ഫോർ അഡീഷണൽ നോളജ് ഐ എം ആസ്കിങ്. ശരി, ഇറ്റ്സ് സക്സേന. ഓക്കെ, ടീം ബി. ടീം എക്ക് 1 point. ടീം ബി. സോ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ മാനുസ്ക്രിപ്റ്റ്, ഈച്ച് പേഴ്സൺ, ദ ഫസ്റ്റ് പേഴ്സൺ ടു സൈൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാനുസ്ക്രിപ്റ്റ് ആരാന്ന് പറയാവോ? ഫസ്റ്റ് പേഴ്സൺ ടു സൈൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ക്വസ്റ്റ്യൻ അതല്ല, ഐ എം ചേഞ്ചിങ്. ടീം ബി, ഫസ്റ്റ് പേഴ്സൺ ടു സൈൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാനുസ്ക്രിപ്റ്റ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. Okay, so 1 point. For you, the question is, who is the last person to sign in the constitution manuscript? JB കൃപലാനിയാണ്. അല്ല. ടീം ഡി. അംബേദ്കർ. അല്ല. ടീം ഇ. ടീം എഫ്. ജവഹർലാൽ നെഹ്റു. അല്ല. ടീം എ. ഓഡിയൻസ്. ഫിറോസ് ഗാന്ധി. ആരാ ഉത്തരം പറഞ്ഞത്? This film, Jolly LLB, is a film in which there is a hit and run case. ഒരാളെ വണ്ടി ഇടിച്ചിട്ടിട്ട് പോകുന്നു. അതിനുശേഷം ഒരു മനുഷ്യൻ, അതിനുശേഷം ആ കേസ് വാദിക്കാനൊക്കെ ഉള്ളൊരു ഡിഫിക്കൽട്ടീസാണ്. അപ്പോൾ ഒരു ക്രിക്കറ്റ് ലോയറും ഒരു 2 ലോയേഴ്സ് ഉള്ള കഥയാണ്. വാട്ട് ആർട്ടിക്കിൾസ് ഡസ് ദിസ് ഫിലിം റെഫറൻസ് ടു? ആർട്ടിക്കിൾ 21 അല്ലേ? അതെ, വെരി ഗുഡ്. സോ ടീം ബി ഈസ് ഗെറ്റിംഗ് 1 point. Which article of the Constitution was opposed by Ambedkar as he felt it was discriminatory to the unity of the country? Team C. പോട്ടെ, പാസ്. ടീം ഡി, ഏത് ആർട്ടിക്കിളാണ് അംബേദ്കർ ഒപ്പോസ് ചെയ്തത്? പാസ്. ടീം ഇ. ആർട്ടിക്കിൾ 40 ആണോ? അല്ല. ടീം എ.
ആർട്ടിക്കിൾ 17 അല്ല. ഓഡിയൻസ് ടീം ബി ആർട്ടിക്കിൾ 15 അല്ല. യൂണിറ്റി ഓഫ് ദ കൺട്രി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അംബേദ്കറെ ഡ്രാഫ്റ്റ് ചെയ്യാത്ത ഒരു ആർട്ടിക്കിളാണ്. ഓഡിയൻസ് കാശ്മീരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ. ആ കുട്ടി വൈറ്റ് തട്ട ഇട്ട കുട്ടി 370. അതെ അതെ. പേര് ആയിഷ MS പൊന്നാനി. ഈസി ക്വസ്റ്റ്യൻ ആണ്. Preamble of the Indian Constitution declares that people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. പക്ഷേ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന് പറഞ്ഞ ടേംസ് 42nd അമെൻമെൻറ്റിന് ശേഷമാണ് ആഡ് ചെയ്തത്. ആഫ്റ്റർ വിച്ച് ഇൻസിഡൻറ്റ്? ടീം സി. ഇത്രയും ടൈം തരാൻ പാടില്ല. പാസ് ചെയ്യട്ടെ. ടീം ഡി. എമർജൻസി. ടീം ഡി. അതെ സർ. ഓക്കെ. 370 കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് ഡ്രാഫ്റ്റ് ചെയ്തത്? ടീം എഫ്. മുഹമ്മദ് സാദുള്ള. അല്ല. ടീം എ. VP മേനോൻ. അല്ല. ടീം ബി. ഗോപാലസ്വാമി അയ്യങ്കാർ. വെരി ഗുഡ്. ടീം ബി ഗെറ്റ്സ് 1 point. So Ambedkar was against drafting this article, and so it was Gopalaswamy Iyengar, who was former Diwan to Maharaj Hari Singh of Jammu and Kashmir, who drafted this article. So next question to Team C. Can you identify this symbol? This symbol is a symbol of one institution or political body. Team D. Constitution Assembly. Very good. Constitution Assembly. So Team D 1 point. Going to Team E. So these are some periods. Mohenjo-daro period, Epic period, Nanda period, Gupta period, Muslim period, Vedic period, Mahajanabada, Mauryan period, medieval period. So we can find these depictions in the Indian subcontinent. Not Indians, of these are some stages of the Indian subcontinent. We can find these in our constitution. In what form can we find these? Team E. നിങ്ങൾ ആലോചിച്ചോ. എനിക്കോടെ ഒരു രസമുള്ളൊരു കാര്യം പറയാം. നിങ്ങളത് നോക്കിയാൽ ഒരു ഭയങ്കര വിറ്റുണ്ട്. ഗുപ്ത പീരീഡിനെ ബുദ്ധിസ്റ്റ് പീരീഡ് എന്ന് വിളിക്കുന്നില്ല, അല്ലെങ്കിൽ മൗര്യ പീരീഡിനെ. മുസ്ലിം പീരീഡ് ശരിക്കും അഫ്ഗാൻ, പേർഷ്യൻ, തുർക്കി അങ്ങനെയാണ് ആ പീരീഡ്. പക്ഷെ അതിനെല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് ഒരു അപരത സൃഷ്ടിച്ചുകൊണ്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നടപ്പാക്കുന്നതിൻ്റെ തെളിവാണ്. കാരണം ജൈനമതം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, സിഖ് മഹാരാണ രഞ്ജിത് സിംഗ് ഉണ്ടായിട്ടുണ്ട് ഭരണം ഇന്ത്യയിൽ. അതേ പറയും ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ അറബി ഭാഷ എന്താ പറഞ്ഞത്? ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലായി. തുർക്കി, അഫ്ഗാൻ, ഇറാൻ നാദിർഷ ഇറാൻ എന്നാണല്ലോ, മനസ്സിലായത്. പലരും വന്നിട്ടുണ്ട്. അത് മുസ്ലിം റൂളൊന്നുമല്ല, അവരവരെ കാര്യത്തിന് വേണ്ടി ഒന്നും പോയി എന്നല്ലാതെ അങ്ങനെ ചേർത്തിരുന്നത്. ശരി, പറഞ്ഞോ. ടീം എഫ്. കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി. അല്ല. ഹിസ്റ്റോഗ്രഫി എന്താ ഉദ്ദേശിച്ചത്? അല്ല, അതിലാണ് ഇങ്ങനെ അവർ ഓരോ ടേം ആണ്. ടേം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്? സെക്കുലർ ആണ്. അല്ല. ടീം എ. ടീം ബി. അതായത് റൈറ്റിംഗ് ആയിട്ടല്ല ഇത് ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. ടീം സി, ടീം ഡി. അതെ, ഡ്രോയിങ്സ്. ആക്ച്വലി ഇത് ഇലസ്ട്രേഷൻസ് ഓർ ഡ്രോയിങ് ആയിട്ട് അവർ ആ ഓർഡറിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇലസ്ട്രേഷൻസ് ആണിത്. ടീം ഡി ഗെറ്റ്സ് ദ പോയിന്റ്. ടീം ഇക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇത് കുറച്ച് ഫീമെയിൽസ് ആണ്. ഈ ഫീമെയിൽസിൻ്റെ ഇമ്പോർട്ടൻസും അറ്റ്ലീസ്റ്റ് ഒരു 2 പേരുടെ പേരെങ്കിലും പറയണം. ടീം ഇ. ഫസ്റ്റ് ഭരണഘടന നിർമ്മാണ സമിതിയിലെ. ഓക്കെ, പോയിന്റ്സ് കൊടുക്കാം. 1 point. എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറയാവോ? മൊത്തം 9 സ്ത്രീകൾ. 9 അല്ല, അതിലും കൂടുതൽ ഉണ്ടായിരുന്നു. 15 പോയിന്റ്സ് തരാം. അക്കമ്മ ചെറിയ അല്ലട്ടോ. അക്കമ്മ ഇല്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാൻ വരും. ഓക്കെ, ഓപ്ഷൻസ് ആ പേര്. ഓക്കെ, പേര് പറഞ്ഞോളൂ. പേര് പറയുന്നവർക്ക് പോയിന്റ്സ് തരാം. ടീം എഫ്. അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ. മൈനസാ തരേണ്ടത്, നിങ്ങൾ തന്നെ പറഞ്ഞില്ലാന്ന്. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി. ഓക്കെ, 2 പേരുടെ എടുക്കാം.
ടീം എ. ഹൻസ മേത്ത. അല്ലല്ല, ഫീമെയിൽസിന്റെ പേര് മെഹത്ത പറഞ്ഞോ? അത് വേണ്ട, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ തരാം. ഹു വാസ് ദ ഓൺലി ഫീമെയിൽ മെമ്പർ ഓഫ് ദ ഫസ്റ്റ് ക്യാബിനറ്റ് ഫോംഡ് ബൈ ജവഹർലാൽ നെഹ്റു ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? രാജ്കുമാരി അമൃത് കൗർ. ഓക്കെ. ടീം ബി. ഫസ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസീവ് ചെയ്ത സമയത്ത് ദർ വാസ് ഓൺലി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പിന്നെയാണ് 42nd അമെൻമെൻറ്റ് വഴി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ ഐഡിയ നമ്മൾ ബോറോ ചെയ്തത്? USSR. 1 point. ടീം ബി. ടീം സി ഗെറ്റ്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പൂനെ ഹാൻഡ് മെയ്ഡ് പേപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്പെഷ്യൽ പേപ്പറാണ്. ഇറ്റ് ഹാസ് എ ഷെൽഫ് ലൈഫ് ഓഫ് മോർ ദാൻ 100 years. കളറൊക്കെ മാറും, പക്ഷേ ഭയങ്കര ഡ്യൂറേഷനാണ്. എന്ത് പ്രോഡക്റ്റിൽ നിന്നാണ് ഈ പേപ്പർ ഉണ്ടാക്കുന്നത്? ഇല്ല. ഓക്കെ. ടീം ഡി. കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് ടീം ഡി. ജൂട്ടല്ല, ബട്ട് വെരി നൈസ് ഗെസ്. ടീം ഇ. ഇല്ല. ടീം എഫ്. ബാമ്പു. അല്ല. ടീം എ. ശംഖ്. അല്ല. ടീം ബി. പരുത്തി. പരുത്തിയാണ്. എവിടെ നിന്നുള്ള പരുത്തിയാണ്? ബംഗാള്. അല്ല. ഇത് പൂണെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കോട്ടൺ ആണ്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആൻസർ അല്ല. ഗുജറാത്ത്. ഓക്കെ, നോക്കട്ടെ. ഓഡിയൻസ് ആരെങ്കിലും എന്തേലും പറയുന്നുണ്ടോ? ഓഡിയൻസ്, എനി ഗെസ്സസ്? ഓക്കെ. സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാർമ കമ്പനീസിനൊക്കെയുള്ള അൺയൂസ്ഡ് വേസ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഇല്ലേ, ആ കോട്ടൺ റീസൈക്കിൾ ചെയ്തിട്ടാണ് ഇവർ ആ പേപ്പർ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത്. ആ പേപ്പറിൽ നിന്നാണ് നമ്മുടെ ആ കോട്ടണിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, 1 point. ടീം ബി. ടീം സി. ആക്ച്വലി വെൻ അംബേദ്കർ വാസ് ഓഫേർഡ് എ പൊസിഷൻ, he referred to this as an empty soap box, only good for old lawyers to play with. അതായത് വയസ്സായ വക്കീലന്മാർക്ക് കളിക്കാനുള്ളൊരു പഴയ സോപ്പ് പെട്ടി പോലെയാണിത് എന്നാണ് പുള്ളി ഈ സംഭവത്തിനെ പറ്റി പറഞ്ഞത്. അല്ല. ടീം ഡി. വെരി ഗുഡ്. ടീം ലോ മിനിസ്ട്രി. ടീം ഡി 1 point. ഓൾറെഡി നമ്മൾ ഇവരുടെ ഫോട്ടോ കണ്ടു. അപ്പം അതിലുപരി ദാക്ഷായണി വേലായുധൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കണക്ഷൻ ഉണ്ടോ? അതെ. ഫസ്റ്റ് ദോളി ദളിത് വുമൺ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. വെരി ഗുഡ്. ഷി വാസ് ഒരു പുലയ സ്ത്രീയായിരുന്നു. മദ്രാസിൽ നിന്നാണ് എലക്റ്റ് ആയത്. നമ്മൾ ഫസ്റ്റ് കാലിഗ്രഫിസ്റ്റിനെ പറ്റി പറഞ്ഞു. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാനുസ്ക്രിപ്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ശാന്തി നികേതനിൽ തന്നെ പ്രിൻസിപ്പളായിട്ടുള്ള ഈ ഒരു ആർട്ടിസ്റ്റ് ആൻഡ് ഫേമസ് പെയിൻറ്ററിനാണ്. ആരാണ് ആ ആർട്ടിസ്റ്റ്? ആ പെയിൻറ്ററിൻ്റെ പേരെന്താണ്? ഇല്ല. ടീം എ. അയ്യോ. ടീം ബി. വെരി ഗുഡ്. ടീം ബി ഗെറ്റ്സ് 1 point. ഓക്കെ. ടീം സിക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം BR അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുമ്പം പറഞ്ഞു, ഈ റഫ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നതിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കുന്നതിലും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തത് ഇദ്ദേഹമാണ്. അപ്പം ഹൂ വാസ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അഡ്വൈസർ ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഇദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്റ്റാമ്പൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതാരാണ്? BN റാവു. യെസ്. ടീം സി ഗെറ്റ്സ് 1 point. ടീം ഡി. The concept of concurrent list was obtained from which country's constitution? Switzerland. No. Team E. France. Team F. Australia. Very good. Team F gets 1 point. So now we have points with Team E is having 2 points, Team C is having 3 points, Team D is having 4 points, Team F is having 6 points, and we have Team A and B with 8 points. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ക്വിസ്സിങ്ങിൻ്റെ ഒരു ഫിലിം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ക്വിസ്സിങ്? അത് 50 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് കേരളത്തിൽ ക്വിസ്സിങ് ഇൻ മലബാർ ത്രൂ മൈ ഐസ്, ഞങ്ങൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോഴുള്ള ഫിലിം മാറ്റിക്കൊണ്ടിരുന്നു. അന്ന് ക്വിസ്സിങ്ങിന് നല്ല പ്രാമുഖ്യം പത്രങ്ങളിലും മറ്റൊക്കെ കൊടുത്തിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ ആണ്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഇതുണ്ടോ?
എന്നോട് ചോദിക്കുന്നത്. അല്ല നല്ല മൊഞ്ചുണ്ടോയെന്നൊന്നും അവർ ചോദിക്കില്ല, മൊഞ്ച് ഇവിടെ ഉള്ളൂ. ഇത് ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള IAS ഓഫീസർമാർ വേണു, ജയതിലക്, പത്മകുമാർ, അദീല അബ്ദുള്ള അവരെല്ലാവരും എൻ്റെ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വിസിങ്ങിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് പലരും. വലിയ അല്ല മുഹമ്മദ് അനീഷ്. അപ്പോൾ ക്വിസിങ് നിങ്ങളത് വിടരുത്, അത് വലിയൊരു നോളജ് ഉണ്ടാക്കുന്ന സംബന്ധം. ജയിക്കുക തോൽക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഉദാഹരണം തന്നെ ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് വലിയൊരു ചർച്ചയാണെന്നോ യഥാർത്ഥത്തിൽ. അപ്പോൾ ആ നിലക്ക് ഇതൊരു ഒരു നിങ്ങൾ തുടരണം. MES യൂത്ത് വിങ് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ല TV പോയിട്ട് നമ്മൾ എന്തെങ്കിലും കോപ്രായം കാണിച്ചു വരണ മാതിരിയല്ല. അതെന്താ വെച്ചാൽ പറയാൻ കാരണം, ഞാൻ ക്വിസിങ് നിർത്താനുള്ള കാരണം അമിതാഭ് ബച്ചനാണ്. കാരണം മൂപ്പര് കയറി ഇടപെട്ടവന് നമ്മൾ നിന്നൊരു കാര്യമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി വരുന്നു, പിന്നെ അത് ഉർവശിയായി ക്വിസ് മാസ്റ്റർ. പിടിയിട്ടില്ല ഞാൻ പറഞ്ഞ വെച്ചാൽ. അപ്പോൾ അത് ക്വിസിങ് അല്ലല്ലോ. നിങ്ങൾ കൂടുതലായിട്ട് അതിലൊക്കെ പറഞ്ഞു. ഞാൻ അത് മാത്രമല്ല, ഞാൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിരുന്നു. സാർക്കിന് ഇന്ത്യൻ ടീമിനെ വിടാൻ വേണ്ടിയിട്ട്. അന്ന കാലമെല്ലാണ് പോയിക്കൊണ്ടിരുന്നത്, ഇൻ്റർ യൂണിവേഴ്സിറ്റി ഇങ്ങനത്തെ പരിപാടികൾ. അപ്പോൾ അതെല്ലാം നശിച്ചു പോകാനുള്ള കാരണം, പല കാര്യങ്ങളും നശിച്ച കൂട്ടത്തിൽ നമ്മുടെ ഈ ഫേസ്ബുക്കും എന്താണ് അതിനെ പറയുന്നത്, നമ്മുടെ വാട്സപ്പും പിന്നെ ഈ ചാനലിലൊക്കെ എന്തെങ്കിലും വിവരമുള്ള കാര്യം പറയുന്നുണ്ട്. അവരിന്ന് ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട്, ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട്. ഒരു കാര്യങ്ങളിൽ സ്ത്രീകൾ മുന്നിലായിരിക്കും, ഒരു കാര്യങ്ങൾ പുരുഷന്മാർ മുന്നിലായിരിക്കും. പുരുഷൻ സ്ത്രീ ആവണ്ട, സ്ത്രീ പുരുഷനാവാൻ നോക്കണ്ട, രണ്ടാവശ്യമില്ല. അതിനോട് സ്ത്രൈനവ സ്വഭാവം നമ്മൾ പറയുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞാൽ വെച്ചാൽ ഈ ഇൻ്റലക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇടപെടാൻ തുടങ്ങിയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു വിജയമാണ്. ഈ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ നടത്താനും പരീക്ഷകൾ എഴുതാനും, പ്രത്യേകിച്ച് IAS, ഈ അദില അബ്ദുള്ള IAS എന്നാണ്. കാരണം അത് സ്കൂൾ കാലഘട്ടത്തിൽ വേണുണ്ടല്ലോ ചീഫ് സെക്രട്ടറി. ഞാനൊരു സെൻറ്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂൾ ഒരു ക്വിസ് നടത്തുമ്പോൾ 8ാം ക്ലാസ് പഠിക്കുക വേണം. ഒരു 3-4 ക്വസ്റ്റ്യൻ മൂപ്പർ അങ്ങോട്ട് ആൻസർ ചെയ്ത്, ക്രിക്കറ്റാണ് മൂപ്പർ ആൻസർ ചെയ്ത്. പക്ഷെ നമുക്കപ്പോൾ മൂപ്പരോടൊരു താല്പര്യം വരില്ല. അപ്പോൾ അങ്ങനെ ആ പയ്യനെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് ഇവിടെ അദില, ഞാൻ രാജാ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ അദില അബ്ദുള്ള ചെറിയ കുട്ടിയാണ്. അതന്ന് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അത് പങ്കെടുക്കാൻ വന്നിരുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ മനസ്സിലായില്ല. അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ട 36 ടീം പങ്കെടുത്തുന്നുള്ള 36 ടീം പങ്കെടുത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ സബ്ജക്റ്റില്ല, വേറെ പല സബ്ജക്റ്റുകളായിട്ട് യൂത്ത് വിങ് കൊല്ലത്തിൽ 2-3 ഇതിനും വലിയ കോസ്റ്റൊന്നും വരുമല്ലോ. മനസ്സിലായോ? ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ പ്രത്യേകിച്ച് ഈ അന്തിച്ചർച്ചകളൊക്കെ നിർത്തണം. അതിൻ്റെ ഒരു രാജാവാണ് ഞാൻ. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ഒന്നിനും കൊള്ളാത്ത യൂസ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിടിയിട്ടില്ലേ? ഒരു ന്യായമോ കാര്യങ്ങളൊന്നും. ഇത് ഞാൻ രചിച്ച ക്വിസ് ബുക്ക് നമ്മുടെ നടൻ സിദ്ദീഖ് ആണത് പ്രകാശനം ചെയ്തത്. അന്ന് ഞാൻ ഒരു 30-40 കൊല്ലങ്ങൾക്ക് മുമ്പ് 2-3 ക്വിസ് ബുക്ക് സിദ്ദീഖ് അത് നിർവഹിക്കുന്നു. മനസ്സിലായോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇതിലൊക്കെ കൂടുതൽ പങ്കെടുക്കണം. അപ്പോൾ ഈ പെൺകുട്ടി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. കാരണം അവർ ജനറൽ നോളജ് ഉണ്ടാക്കുക. അതിപ്പോൾ ഇൻ്റർ യൂണിവേഴ്സിറ്റി, സൗത്ത് സോൺ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അതിൽ ഞാൻ ക്വിസ് മാസ്റ്ററായിട്ട് പോയത്. അന്ന് പിന്നെ എൻ്റെ കൂടെ സിനിമാ നടികളൊക്കെയാണ് കൂടെ വരാറ്. ഇന്നിപ്പോൾ രേഷ്മയാണ് വന്നത്. ശാന്തി കൃഷ്ണ, നീന കുറുപ്പ്, ശ്വേതാ മേനോൻ ഞാൻ കാണിച്ചത്. ഇത് ഓൾ ഇന്ത്യ ക്വിസ് കേട്ടോ. ആദ്യ ഫലം കേരള, ഇതിലെ ഗൾഫ് ക്വിസ്സാണ്. അതുമാതിരി തന്നെ വേറെ കാര്യം, ഞാൻ ഇതൊക്കെ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് കട്ട് ചെയ്തെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇത് ഇൻ്റർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് വിൻസ് ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി. ഇതൊക്കെ ഞാൻ ക്വിസ് മാസ്റ്റർ ആയിരുന്ന കാലത്ത് പല സ്ഥലത്ത് സംഘടിപ്പിച്ച പരിപാടികളാണ്. ഇത് ദൂരദർശൻ ഇറങ്ങിയ കാലത്ത് ആദ്യം വന്നിട്ടുള്ള ക്വിസുകൾ. അന്ന് മറ്റ് ചാനലുകളൊന്നുമില്ല. ഇത് ഹിന്ദുവിൻ്റെയാണ് സ്പോട്ട്ലൈറ്റ് പ്രോഗ്രാം ഓൺ വേൾഡ് കപ്പ്. താങ്ക് യു. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ഇതിലോട്ട് നമ്മൾ തിരിച്ചു വരാം, നമ്മുടെ പരിപാടിയിലോട്ട്. അപ്പോൾ ഞങ്ങൾ രേഷ്മാനെ കൊണ്ടുവന്ന് കുറച്ച് മൈൽഡായിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് കോമ്പറ്റീഷൻ. അപ്പോൾ ഇനി വീണ്ടും ഞാൻ അത്ര ടഫൊന്നും ആക്കാൻ പോകുന്നില്ല, മൈൽഡായിട്ട് തന്നെ ആയിക്കോട്ടെ. അടുത്ത ചോദ്യം. മമ്മൂട്ടി അംബേദ്കറായിട്ട് അഭിനയിച്ചു. അതിൻ്റെ ഡയറക്ടറായിരുന്ന ഫിലിമിൻ്റെ എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? വേണമെന്ന് വെച്ചാൽ റൗണ്ട് തിരിക്കാം നമുക്ക്. ഒരേ റൗണ്ട് വേണ്ട, സെയിം അവിടെ നിന്ന് തുടങ്ങാം. F2 FD കറക്റ്റ്, ജബ്ബാർ പട്ടേൽ. 1 point. ആർട്ടിക്കിൾ 15 കുറച്ച് സിനിമയും ഇതൊക്കെ ആയിട്ടാണ്, ഭരണഘടനയും. ആർട്ടിക്കിൾ 15 എന്ന പേരിലുള്ള പടത്തിൽ ആരായിരുന്നു നായകൻ? ടീം C. ആർട്ടിക്കിൾ 15ൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, മനസ്സിലായില്ലേ? ടീം B
അറിയില്ല, പറഞ്ഞോ. ആർട്ടിക്കിൾ 15 ആരാണ് നടനായിരുന്നത്? മെയിൻ മുഖ്യ നടൻ ആമിർ ഖാൻ. ഓഡിയൻസ് ആയുഷ്മാൻ ഖുറാന. വാ. അടുത്ത ചോദ്യം. എന്ത് പദവിയാണ് ഹിന്ദിക്ക് നമ്മുടെ രാഷ്ട്രത്തിലുള്ളത്? ഹിന്ദിക്ക് എന്ത് പദവിയാണ് നമ്മുടെ രാഷ്ട്രത്തിലുള്ളത്? രാഷ്ട്രഭാഷ. ഒഫീഷ്യൽ ലാംഗ്വേജ്. കറക്റ്റ്. ഔദ്യോഗിക ഭാഷ മാത്രമാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളും തുല്യമാണ്. ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭാഷ. ഇന്ത്യയിൽ രാഷ്ട്രഭാഷ ഇല്ല. അടുത്ത ചോദ്യം. ആ ഭാഷകളിൽ ഇന്ത്യക്കാർ ഉപയോഗിക്കാത്തൊരു ഭാഷയുണ്ട്. ഇന്ത്യയിൽ ആരും അത് ഉപയോഗിക്കുന്നില്ല. ആളുകൾ എഴുതി കൊടുത്തിട്ടാണ് ഉപയോഗിക്കണമെന്നൊക്കെ. അത് ഏതാണ് ആ ഭാഷ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിൽ? സംസ്കൃതം. കറക്റ്റ്, സംസ്കൃതം. കറക്റ്റ്. എത്ര പേരാണ് ഇന്ത്യയിൽ സംസ്കൃതം ഭാഷ സംസാരിക്കുന്നത്? അവർ എഴുതി കൊടുത്തതന്നെ 25,000 പേരുള്ളൂ. സംസ്കൃതമാണ്. ഓക്കെ. അടുത്ത ചോദ്യം. നമ്മൾ ഫെഡറൽ സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. ഫെഡറലായിട്ടുള്ള സിസ്റ്റം നമ്മൾ ആവശ്യപ്പെടുന്നതിന് ഫെഡറൽ സിസ്റ്റം ആണെന്നുള്ളതാണ്, ആക്കണം എന്നുള്ളതാണ്. USSRനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞിരുന്നത് മോസ്കോയിൽ മഴ പെയ്താൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ കൊട ചൂടും. USSR പറഞ്ഞെന്ന് മാത്രമേ ഞാൻ അവരുടെ കൂട്ടത്തിൽ പെട്ട. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നണ്ട, മനസ്സിലായില്ലേ? USSR. അപ്പോൾ അതിൻ്റെ ഭരണഘടനയിലെ പ്രത്യേകത എന്തായിരുന്നു? സോഷ്യലിസ്റ്റ്. അതൊക്കെ മനസ്സിലായില്ലേ? പ്രത്യേകത ഒരു വേറെ ഭയങ്കര പ്രത്യേകത എന്താണ് പറയും? ഒരുപാട് സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടെന്താ ഇന്ത്യയിലും സ്റ്റേറ്റ് ഇല്ലേ? ഈ തട്ടിവിടാതെ മോനെ. ഫെഡറൽ രീതിയായിരുന്നില്ല. ഫെഡറൽ ആയിരുന്നു അത് ഫെഡറൽ ആണ്. മൗലിക കടമകൾ, കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ബുദ്ധിയുള്ള ഒരു ആൻസറാണ്. അതല്ലത് കോസി ഫെഡറൽ എന്നാണ് ശരിക്കും. ഏറ്റവും ഫെഡറൽ അതായിരുന്നു. എഴുതപ്പെടാത്ത ഭരണഘടനയാണോ? USSR ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ബ്രാഞ്ച് മീറ്റിംഗ് കൂടിയാൽ അതിൽ എഴുതി വെക്കൂ. ഒരു ബ്രാഞ്ചിൽ 14 പേരേ ഉള്ളൂ, എന്നാൽ അതും ഭയങ്കരമായിട്ടൊക്കെ എഴുതി വെക്കും. അല്ലേ നിങ്ങൾ സെൻട്രലൈസ്ഡ് ഡെമോക്രസി അതാണ് പറഞ്ഞത്. അതെല്ലാം അല്ല. ഓഡിയൻസിന് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോണത്. അതിൻ്റെ ഭരണഘടനയിൽ അതിലൊരു സംസ്ഥാനത്തിന് അറിയാലോ, യുക്രൈൻ, ജോർജിയ, അല്ലെങ്കിൽ അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അങ്ങനെ അവർക്ക് ആ രാജ്യം വിട്ടുപോകാൻ ആയിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നു. അവർ ഭൂരിപക്ഷ തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഈ രാജ്യം വിടുകയാണ്, അവർക്ക് വിടാൻ പറ്റും. അങ്ങനെയല്ലാതെ പിരിച്ചുവിട്ട് ഓരോ സ്റ്റേറ്റും കൂടെ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് പോകണമെന്ന്. അപ്പോൾ അവർ സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. സോവിയറ്റ് യൂണിയൻ ആരും ആക്രമിച്ച് അവിടെ ബഹളം കൂട്ടിയിട്ടോ അവിടെ വിപ്ലവം നടന്നിട്ടൊന്നും പിരിച്ചു പോയതല്ലോ. അവരവിടെ മീറ്റിംഗ് കൂട്ടിയിട്ട് അങ്ങോട്ട് തീരുമാനിച്ചു. ഞങ്ങൾ അതിൽ 5-6 സംസ്ഥാനങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പോണില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഭൂരിപക്ഷത്തിന് ഇട്ടു. റഷ്യ ഭയങ്കരമായിട്ട് പിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഗോർബച്ചേവിൻ്റെ കാലത്ത്. കിട്ടിയില്ലേ? അപ്പോൾ അത് നമ്മൾ ഒട്ടും ചെയ്ത. രണ്ടാമത്തെ ഒരു കാര്യം, അമേരിക്കൻ ഭരണഘടനയിലെ എന്താണ് ഒരു ഫെഡറൽ സിസ്റ്റത്തിലെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ട് സ്റ്റേറ്റുകൾക്കുള്ള അധികാരം എന്താണ്? പ്രസിഡന്റിനെ എലക്ട് ചെയ്യാൻ കഴിയും. അത് എത്ര വലിയ അധികാരം? നമ്മളെല്ലാവരും പ്രസിഡന്റ് എലക്ട് ചെയ്യണില്ലേ? പറഞ്ഞോ. ബിൽ ഓഫ് റൈറ്റ്സ് ഒന്നുമല്ല. ഓഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. നിയമം വരെ ഒരു സ്റ്റേറ്റിന് വേറെ കോർട്ടാണ്. ഉദാഹരണമായിട്ട് ഒരു സ്റ്റേറ്റിൽ തൂക്കിക്കൊല്ലാനുള്ള അധികാരമുണ്ട്. മറ്റേ സ്റ്റേറ്റ് പറയണേ ഞങ്ങൾ തൂക്കിക്കൊല്ലണം, എനിക്ക് അത് വേണ്ടാന്ന്. അപ്പോൾ അവർക്ക് വേണ്ട. നമ്മൾ ചിന്തിച്ചു നോക്കുക, തമിഴ്നാട്ടിൽ തൂക്കിക്കൊല്ല, ഇവിടെ തൂക്കിയാൽ. രണ്ടാമത്തെ വലിയത് വിവാഹപ്രായം. ഒരു സ്റ്റേറ്റിൽ 18 ആണെങ്കിൽ വേറെ സ്റ്റേറ്റിൽ 21, വേറെ സ്ഥലത്ത് 16. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യം നമ്മളിവിടെ എല്ലാവരും കൂടെ എന്താ പറയുക, മറ്റേ റോളർ കോസ്റ്റ് എന്താണ് റോഡ് റോളർ വെച്ചിട്ട് ഉരുട്ടി എല്ലാത്തിനെയും കൂടെ ഒന്നാക്കാനുള്ള ശ്രമമായിട്ട് നടക്കല്ലേ അമേരിക്കൻ സ്റ്റേറ്റ്സ്. അതാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. പിടിയില്ലേ? ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു സ്റ്റേറ്റിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. അതായത് എക്സ്റ്റേണൽ അഫയേഴ്സും മിലിറ്ററിയും ഇതും അല്ലാത്ത അധികാരങ്ങളും ബാക്കി എല്ലാവരും സ്റ്റേറ്റിൻ്റെ അതിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു അങ്ങനെയല്ലല്ലോ. ശരി, അടുത്തത് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞോ. ഈ അല്ലാതെ എന്താണ് ഈ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് ചോദിച്ചത്? പെടാത്ത അല്ല, രണ്ടിനും തുല്യ പദവിയുള്ള. ഇതിൽ പെടാത്ത സാധനമല്ലല്ലോ, പിന്നെ അതാരയിപ്പിക്കും പെടാത്ത സാധനം? രണ്ടുപേർക്കും തുല്യ പദവി. പക്ഷേ
തർക്കമുണ്ടെങ്കിൽ കേന്ദ്രം പറഞ്ഞാൽ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ഈ അപകടകരമായ സിറ്റുവേഷൻ വരുത്തി വെച്ചത് ഇന്ദിരാഗാന്ധിയാണ്. എപ്പോൾ? അവർക്ക് പതിനുണ്ട്. അല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നല്ലോ. ഈ അപകടകരമായിട്ടുള്ള ഇത് വരുത്തി വെച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. എന്താണ് ഇന്ദിരാഗാന്ധി ചെയ്തത്? അതിൻ്റെ എന്ത് ചെയ്തു? ടീം ബി അതൊന്നും പറയണ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. എഫ് 42nd അമെൻമെന്റിലൂടെ സ്റ്റേറ്റിന്റെ പവർ കുറക്കാൻ എന്ത് ചെയ്തു? എന്തൊക്കെ പവർ കുറച്ചെങ്ങനെയെന്ന് പറയും? കൂടുതൽ സെൻട്രലൈസ്ഡ് ആക്കി. ഏതെങ്കിലും സബ്ജക്റ്റ് വേണ്ടേ? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യമൊന്നും എടുത്ത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ എടുത്തുകൊണ്ടെന്ന് ചോദിക്കുന്നത്? എന്ത് അധികാരമാണ്, ഏത് ഇതിലുള്ള അധികാരമാണ് ഇന്ദിരാഗാന്ധി എടുത്തുകൊണ്ടത്? ഓഡിയൻസ്, നിയമനിർമ്മാണം എന്നല്ല. എടോ, വിദ്യാഭ്യാസം എടുത്ത് കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുപോയിട്ട് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ നിങ്ങൾ പറയുന്നത്, നിങ്ങളെ കാണിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലായില്ലേ? കൺകറന്റ് ലിസ്റ്റിലോട്ട് വിദ്യാഭ്യാസം എടുത്ത് മാറ്റി. അതോടുകൂടി മറ്റേ സ്വകാര്യവൽക്കരണം പരക്കെ സ്റ്റേറ്റിൻ്റെ മറ്റേ ഇതൊക്കെ അധികാരം. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുകളിൽ മറ്റേ എന്ത് യൂണിവേഴ്സിറ്റിയാണ്, ഡീംഡ് യൂണിവേഴ്സിറ്റിയും വിദേശ യൂണിവേഴ്സിറ്റിക്കൂടെ വരാൻ പോവുക. പിന്നീട് ഞാൻ പറഞ്ഞ വെച്ചാലേ, ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള വ്യത്യാസം ആരോട് ചോദിക്കേണ്ടത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇല്ല, വെറുതെ നമ്മൾ പറയുന്നത് അറിയില്ലെങ്കിൽ വെറുതെ പറയുന്നത്. കാരണം വെച്ചാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹമല്ല. അല്ല, നടപ്പാക്കാനും പറ്റൂല. മറ്റേത് ജസ്റ്റ് ഒരു ഉപദേശം മാത്രമാണ്. ഇങ്ങനെയാണെങ്കിൽ കൊള്ളാം. ഒരു ഉദാഹരണം പറയും. അല്ല, അതൊന്നുമല്ല. ഗോവധം, യൂണിഫോം സിവിൽ കോഡ്, ഇതൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുണ്ട്. അത് അധികാമ്യമാണ്. പക്ഷേ നിയമഭരണഘടന നടപ്പാക്കാൻ പറ്റില്ല. ഭരണഘടനയിലുണ്ട് പറഞ്ഞാൽ നടപ്പാക്കാൻ പറ്റില്ല. അതിന് നിങ്ങൾ വേറെ ഭരണഘടന ഭേദഗതി കൊണ്ടുവന്നിട്ട് നടപ്പാക്കാനേ പറ്റും. അതാണ് UCCയിലൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ശരി, അടുത്ത ചോദ്യം. സർക്കാരിയ കമ്മീഷൻ എന്നൊരു കമ്മീഷനെ ഗവൺമെൻറ് ഏർപ്പെടുത്തി, സെൻട്രൽ ഗവൺമെൻറ്. എന്തിനാണ് ഏർപ്പെടുത്തിയത്? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള റിലേഷൻസ്, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ. നമ്മുടെ രാജീവ് ഗാന്ധി ഗവൺമെൻറ് അല്ലടാ, ഞാനയാൾക്കെതിരാ. എടോ, ഞാൻ കൊടുങ്ങല്ലൂരുകാരനാണ്, അതാ കളിയാക്കണ എന്നെ. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ അമ്മായിമാരൊക്കെ ഇങ്ങനെ സംസാരിക്കും, നീ സംസാരിച്ചു. അപ്പോൾ അതിനെല്ലാം എന്താണ് കണ്ടുപിടുത്തം കാര്യമായിട്ട്? സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും റിലേഷൻസ്. അത് മനസ്സിലായി. എന്തോ ഒരു ഉദാഹരണം പറയും. അധികാരം കൈമാറ്റം. എങ്ങനെ അധികാര കൈമാറ്റം? പറഞ്ഞോ. സെൻട്രൽ യൂണിയൻ ലിസ്റ്റിന്റെ പെട്ട സബ്ജക്ട്സ് നിയമം ഉണ്ടാക്കാൻ യൂണിയനിൽ അധികാരമുള്ളൂ. അതിൽ പിന്നെ അല്ല, അതിൽ കാര്യമായിട്ടുണ്ടായിരുന്നത് പോയിന്റ് എന്നൊക്കെ ഗവർണറുടെ റോളാണ്. മനസ്സിലല്ലേ? അതായത് ഗവർണർ അങ്ങനെ വിടുക, ഏജന്റ്. ഇപ്പം ഇവിടെ ഒരു ഏജന്റ് പോയില്ലേ, ഇപ്പം രണ്ടാമത്തെ ഏജന്റ് വന്നല്ല ടീമേ. ഈ ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ഏതായിരിക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ തർക്കം നടന്നു. അതിൽ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ഏത് ഭാഷയാണ് വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഗസ് ചെയ്തോന്നേ. ഗസ്സിങ് നെഗറ്റീവ് പോയിന്റ് ഇല്ലല്ലോ. ഇംഗ്ലീഷ്. കറക്റ്റ്. അതിൽ ഞാൻ ഗസ് ചെയ്യുന്നു. ഇംഗ്ലീഷാണ്. അദ്ദേഹം പറഞ്ഞ ബംഗാളിയാണ് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്നത്. അന്ന് 20 കോടി ജനം, ഇന്നത്തെ കണക്കൂട്ടണി 22 കോടി ജനം ഉണ്ടാവും. ഇപ്പം ഇവരും ഉണ്ടല്ലോ അന്ന്, ബംഗ്ലാദേശും ഉണ്ടെന്ന്. കറക്റ്റ്. അപ്പോൾ അടുത്ത ചോദ്യം. ബാബാ സാഹബ് അംബേദ്കർ, അദ്ദേഹത്തെ പറ്റി ചോദിക്കുന്നത് നമ്മൾ. അദ്ദേഹത്തെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി, മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണെന്ന് മനസ്സിലായത്. ആ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഏത് പാർട്ടി ആണ് അയച്ചത്? മുസ്ലിം ലീഗ്. കറക്റ്റ്. അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. അന്ന് അതിന് കാരണം എന്ന് വെച്ചാൽ ജോഗേന്ദ്രനാഥ് മണ്ഡൽ, മനസ്സിലല്ലേ? അതായത് നമ്മുടെ മണ്ഡൽ വേറെ മണ്ഡലമാണ്, ബിണ്ടേശ്വരി പ്രസാദ് മണ്ഡലമാണ്. ഇത് ജോഗേന്ദ്ര മണ്ഡൽ ആയിരുന്നു അവരുടെ ലോ മിനിസ്റ്ററൊക്കെ. പിന്നീട് പാകിസ്ഥാനിലെ ലോ മിനിസ്റ്ററായി. അപ്പോൾ ജോഗേന്ദ്രനാഥ് മണ്ഡലിൻ്റെ ഒരു ഇതിൽ ഇവിടെ അവർക്ക് ലീഗ് ഉണ്ടല്ലോ ഓൾറെഡി, അതിൻ്റെ ഇതായിട്ട് അയച്ചത്. വെരി ഗുഡ്, ദാറ്റ് ഇസ് എ ഗുഡ് ആൻസർ. ഓക്കെ. ഡുവൽ സിറ്റിസൺഷിപ്പ്, മനസ്സിലല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വേറെ രാജ്യത്തുള്ള ആൾക്ക് ഇവിടെ പൗരത്വം എടുക്കാം. ഒരു ഉദാഹരണമായിട്ട് ഒരു ആഫ്രിക്കക്കാരന് ഇവിടെ എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളായിട്ട് 5 വർഷം ഇല്ല. ചോദ്യത്തിന് ഉത്തരം പറയും. ആർക്കാണ് എടുക്കാൻ പറ്റുന്നത്? ഇവിടെ 5 വർഷം താമസിക്കുന്നത്.
ഇവിടെ 5 ദിവസം താമസിച്ചാലൊന്നും സിറ്റിസൺഷിപ്പ് ഒന്നും കിട്ടില്ല. ആ ഒരു ആഫ്രിക്കക്കാരനെ ഒന്ന് താമസിച്ചാൽ സിറ്റിസൺഷിപ്പ് കൊടുക്കും. അല്ല, നെക്സ്റ്റ്. വിവാഹം കഴിച്ചു. അല്ല. ഒരു പൗരന് 2 രാജ്യങ്ങളിലുള്ള ഒരു പറഞ്ഞോ. അപ്പോൾ ഒരു ഉദാഹരണം ഇന്ത്യയിൽ പറയും. ഇന്ത്യയിൽ എങ്ങനെ വരാമെന്ന് പറയും. ഇന്ത്യയിൽ ഇരട്ട പൗരത്വമില്ല. ഇന്ത്യയിൽ ഒരു കൂട്ടം ആൾക്കാരെ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട, കൊടുക്കണില്ല ഗവൺമെൻറ്. എന്താണത് ആവശ്യം? എന്താണ് അവരുടെ ആവശ്യം? വേറെ രാജ്യത്ത് കുറേ കാലം താമസിച്ചു. അതൊക്കെ കറക്റ്റായിട്ട് പറയാം. ആര് ഏത് രാജ്യത്ത് താമസിച്ചു? ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യൻ വംശജർ. പറഞ്ഞോ, അത് ആരാണ് ഇന്ത്യൻ ഒറിജിൻ? ഇന്ത്യക്കാര് വേറെ രാജ്യത്ത് കുറേ കാലം താമസിച്ച അവിടെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുണ്ടാണോ? അതായത് പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്നാണ് പറഞ്ഞത്. അവർ NRI അല്ല. അപ്പോൾ ഈ അമേരിക്കയിലൊക്കെ ഉള്ള താമസിക്കുന്ന ഈ ആൾക്കാരൊക്കെ പറഞ്ഞാൽ അവിടെ പൈസ ഉണ്ടാക്കണം, ഇവിടെ വോട്ടും കൊടുക്കണം. അത് നടക്കുന്ന കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഈ സർനാഥിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ മനസ്സിലായില്ലേ? സർനാഥ് കേട്ടിട്ടില്ലേ? ഒരു സ്ഥലമുണ്ട് സർനാഥ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ. അവിടെയാണ് ഈ ബുദ്ധമതത്തിൻ്റെ ഈ സത്യമേവ ജയതയുടെ ഒറിജിനൽ ഇതിരിക്കുന്നത്. മനസ്സിലായോ? ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലല്ലേ? അല്ല, അല്ലല്ല, അവർ പറഞ്ഞെ ഉത്തർപ്രദേശ്. എവിടെ? ഉത്തർപ്രദേശ്. ഇയാൾ പറഞ്ഞാണ്. ഉത്തർപ്രദേശ് എവിടെ? ഉത്തർപ്രദേശാണ് ആര് പറഞ്ഞത്? മധ്യപ്രദേശാണ്. ഉത്തർപ്രദേശ്. ഉറപ്പാണോ? ഉത്തർപ്രദേശാണ്. വിൽ ഗിവ് ദ പോയിന്റ്. അത് അയാൾ കയറി പറഞ്ഞു. അതുകൊണ്ട് അയാളൊരു ചാൻസ് ബീഹാർ എന്ന് പറഞ്ഞാൽ പിന്നെ പോയി. ഓക്കെ, ഉത്തർപ്രദേശ്. നിങ്ങൾ സാസാറാം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തെ പറ്റി കേട്ടോ? സാസാറാം, അത് ബീഹാറിലാണ്. ഈ സാസാറാമിൽ 2 പ്രമുഖർ ജനിച്ചു. ഒരാൾ ഇന്ത്യയുടെ ആനുകാലിക രാഷ്ട്രീയത്തിൽ ഒന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരാൾ. ആരാണ്? അല്ല, അയാളുടെ എന്താണ് അയാൾ അവിടെയാണ് കവറടക്കിയിട്ടുള്ളത്. പറഞ്ഞോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അല്ല, യെസ്, വാ. 2 പേരുണ്ട് കേട്ടോ. ഒന്ന് പൗരാണിക ഇന്ത്യ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അയാൾ ഗുജറാത്തുകാരനല്ലേ? വാ. വാജ്പേയി ഇയാളെ തൂക്കിക്കൊല്ലും. അത് കേട്ടാൽ അയാളെ ഭയങ്കര സ്റ്റൈലിൽ നടക്കുകയാണ്. മനസ്സിലല്ലേ? ഗുരു ഗോവിന്ദ് സിംഗ് ബീഹാറിലാണ്. അത് ഞാൻ അംഗീകരിച്ചു. പട്ന, അത് പക്ഷേ പട്നയിലാണ്. ഞാൻ സാസാറാം എന്ന് പറഞ്ഞു. കർപ്പൂരി ഠാക്കൂർ അവിടെ നിന്നല്ല, അയാൾ ബീഹാറിനാണ്. ഓഡിയൻസ്, ഷേർ ഷാ സൂരി. അപ്പോൾ 1 രണ്ടാമത്തെ ആനുകാലിക. ഞാൻ ഗസ്സൊക്കെ പറഞ്ഞുതരാം. ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദളിത് നേതാക്കന്മാരിലൊരാൾ. പറഞ്ഞോ, ഏറ്റവും വലിയ ദളിത് നേതാവ് എന്ന് പറയുമ്പോൾ ആരാ? എന്താ പറഞ്ഞത്? ലാലു പ്രസാദ് ദളിതൊന്നുമല്ല. ലാലു പ്രസാദിൻ്റെ പേരിൻ്റെ പുറകെ തന്നെ യാദവ് എന്ന് എഴുതിയിരുന്നു. പിന്നെ എങ്ങനെ? ജഗ്ജീവൻ റാം. കാരണം നമ്മുടെ കൂട്ടത്തിൽ MES അധ്യാപകർക്ക് ഒക്കെ ബുദ്ധിയുണ്ടെന്ന് മനസ്സിലായില്ലേ എനിക്കിപ്പോൾ? ആ ചോക്ലേറ്റ് കൊടുക്കും. ചോക്ലേറ്റ് അത് ആ ചോക്ലേറ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ പകുതി കൊടുക്കും. കാരണം ഓൺലി 1 ആൻസർ. ഇവിടെ ഞാൻ അയാളെ കുറേ മിമിക് ചെയ്തല്ലോ. ഇനി ഞാൻ കുറച്ച് നമ്മുടെ ടിപ്പിക്കൽ മലയാളീനെ മിമിക് ചെയ്യുക. വെർ ഇസ് ദാറ്റ് ചോക്ലേറ്റ് ടു ബി ഗിവൺ ടു ദിസ് ചാപ്പ്? യു സീ ദ കോഫി ഈസ് വെരി ഹോട്ട്. കൊടുക്കായക്ക് ചോക്ലേറ്റ് കൊടുക്ക്. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഈ നാഷണൽ പാർട്ടി ആവാൻ ശ്രമിക്കുന്നു, നാഷണൽ പാർട്ടി പദവി നഷ്ടപ്പെട്ടു എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ CPIക്ക് നാഷണൽ പാർട്ടി നഷ്ടപ്പെട്ടു, CPM അതുണ്ട്. എന്താണ് അതിനുള്ള മാനദണ്ഡം? അറിയില്ല. അടുത്താൾ പറയും. കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിലെങ്കിലും ലോകസഭ സീറ്റ്. വോട്ട് വേണം. ഇത്ര ശതമാനം വോട്ട് വേണം. 70% ഒന്നും വോട്ട്. 70% വോട്ടോ? അതെങ്ങനെ 70% വോട്ട് എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിക്ക് പോലും കിട്ടിയില്ല. നോക്കാം നമുക്ക്. ബാക്കിയുള്ളവരെന്ത് പറയുന്നു? 36% വോട്ട് വേണോ? നോ 25. 2.5% വോട്ട്. അത്യാവശ്യം നിങ്ങളാണ് ഒരു മാന്യമായ ഇത് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഭാഗം ഒരു സ്നേഹത്തിൻ്റെ ഇതെന്നുള്ള ഒരു 1/2 പോയിന്റ്. അയാൾക്ക് ഒരു 1/2 പോയിന്റ്. എന്നാൽ ശരി, അതിൻ്റെ മുകളിൽ സംസാരിക്കാണ്ടെങ്കിൽ പറഞ്ഞോളൂ. 15 ഒന്നുമില്ല. നാഷണൽ പാർട്ടിയായിട്ട് അംഗീകാരം കിട്ടാനാണ്. നിങ്ങളിടയ്ക്ക് കാണില്ലേ, തൃണമൂൽ കോൺഗ്രസ് ഗോവയിൽ മത്സരിച്ചു, മേഘാലയയിൽ മത്സരിച്ചു. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ലോക്സഭാ സീറ്റ് അല്ലെങ്കിൽ ഇത്ര ശതമാനം ഓഫ് വോട്ട്, അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ശരി, ഈ ഇന്ത്യയിലെ എന്താണ് പറയുക, ശക്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേരിൽ എന്താ പ്രശ്നമുള്ളത്? കറക്റ്റ്, ഷാ എന്നുള്ളത് മുസ്ലിം. പിന്നെ ഷേർ ഷാ, ഷാഹൻ ഷാ എന്ന് പറഞ്ഞാൽ പിന്നെന്തോ വേറെ തരാറുണ്ട്. ഞാൻ പറഞ്ഞല്ലേ
അത് പെർഷ്യൻ പേരാണ്. ഈ ഷാ എന്ന് വെച്ചാൽ മുസ്ലിം പേരൊന്നുമല്ല, ഇറ്റ് ഇസ് എ പെർഷ്യൻ നെയിം. പിന്നെ ഒരു സാറുണ്ട്, അയാൾ ഹിന്ദു ഒന്നുമല്ല, അയാൾ ജൈന മതത്തിൽപ്പെട്ട. ഇന്ത്യയുടെ ഭരണഘടന നമ്മൾ കത്തിക്കാമെന്ന് വിചാരിച്ചു പരസ്യമായിട്ട്, എന്താ അത് ശിക്ഷാർഹമാണ്. അങ്ങനെ ഏത് പാർട്ടിയുടെ ആൾക്കാർക്ക് നേരെയാണ് ഗവൺമെൻറ് ആക്ഷൻ എടുക്കേണ്ടി വന്നത് ഭരണഘടന കത്തിച്ചതിന്? ആരാ? സ്വരാജ് പാർട്ടി ഭരണഘടന കത്തിക്കുക. ഭരണഘടന ഇല്ല കാലത്ത്, അവരൊന്നും കത്തിച്ചിട്ടില്ല. BJP ഇന്ത്യയുടെ ഭരണഘടന കത്തിക്കുക. മൈ ഗോഡ്, മോനെ നീ ആലോചിച്ചിട്ടൊക്കെ പറയണം കാര്യങ്ങളൊക്കെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി? നോ, മാവോയിസ്റ്റ്? നോ, അവർ ഭരണഘടന ഒന്നും കത്തിക്കില്ല. അവർ ആളെ വെടിവെച്ചല്ലോ, പിന്നെ അവർക്ക് ഭരണഘടന കത്തിക്കാൻ സമയമുണ്ട്. വാ, ജനതാ പാർട്ടി? അതെങ്ങനെ നിങ്ങളൊരു കുറച്ച് ഓഡിയൻസിന് കഴിഞ്ഞോ? ആരാ? അത് കത്തിച്ചത് DMK ആണ്. കാരണം ഭാഷാ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ നോക്കണമെന്ന് പറഞ്ഞാൽ അത് അലി പറയണ അബദ്ധം വന്നു പോയതാണ് എൻ്റെ വായിന്ന്. ഞാൻ DMK എന്ന് കറക്റ്റ്. ഞാൻ ബേസിക്കലി എൻ്റെ ഫിലോസഫി, ഞാൻ കുറച്ച് ദ്രാവിഡ, നിങ്ങളെൻ്റെ ഭാഷ കേട്ടാലും അറിയില്ല, ദ്രാവിഡ ഫിലോസഫിയുടെ ആളാണ്. അപ്പോൾ അത് നമ്മുടെ രജിസ്ട്രാർ അലി ഇർഷാദ് ഞങ്ങളുടെ സുന്ദരനായ പയ്യനാണ്. സുന്ദരനായ പയ്യനെ ഇവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി പ്രേമിച്ച് കുപ്പിയിലാക്കി. നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, അതിന് എത്രാമത്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നല്ലൊരു എൻഡിങ് ആക്കാം നമുക്ക്. ഇന്ത്യയുടെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്താണ് അതിൽ കൊണ്ടുവന്നത്? ഭരണഘടന വരുന്നു, ഉടനെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒന്നാം അമെൻമെൻറ്റ് നടപ്പാക്കുന്നു. എന്താണ് അതിൽ സംഭവം? D. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അതൊന്നും നിങ്ങൾ കാര്യം പറയും. നമ്മുടെ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അമെൻഡ്മെൻ്റ് ആണെന്നേ. വാ, നെക്സ്റ്റ്. ഫസ്റ്റ് അമെൻഡ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട? അല്ല, ഇലക്ഷൻ കമ്മീഷനായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല. നിങ്ങൾ പറഞ്ഞോ, ബാക്കി പറഞ്ഞോ. ടെറിട്ടറിയുമായി ബന്ധപ്പെട്ടാണോ? 1950? എന്താ? ടെറിട്ടറിയുമായി ബന്ധപ്പെട്ട്? അല്ല, ടെറിട്ടറി അല്ല. ഓഡിയൻസ്? അല്ല. അതെന്തായിരുന്നു വെച്ചാൽ ജമീന്ദാരി സിസ്റ്റം എടുത്തു കളഞ്ഞു. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നാണ് ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ അയാൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി ഗവൺമെൻറ് ലിമിറ്റ് ചെയ്യുക. നമ്മൾ പറയുമല്ലോ, ലിമിറ്റ് ചെയ്യുമല്ലോ, സീലിംഗ്. രണ്ടാമത് പൂർണ്ണ സ്വാതന്ത്ര്യം ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു, തോന്നിയത് വിളിച്ചു പറയാനൊക്കെ ആയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ജയിലിൽ പോകും. മറ്റേ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് അമേരിക്കയിലൊക്കെ ഉള്ള തരമെന്ന് വെച്ചാൽ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്തും പറയാം. അത് രണ്ടെണ്ണമാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്. വേറെ ചില ചില്ലറ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഉണ്ട്. അപ്പോൾ ഏതായാലും നല്ല വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പോയിൻറ്റ്സ് വെച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് പോയിൻറ്റ്സ്, അതാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ക്വിസിൻ്റെ വിജയം എവിടെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. So at third position we have Team F with 8 points. At second place we have Team B with 10 points. And at first place we have Team A with 11.5 points. Others, Team E 2 point, Team C 5 points, Team D 6.5 points. We have the audience with 4 points. അപ്പോൾ നിങ്ങൾ ഒരു ക്വിസിന് അതൊന്നും നിങ്ങൾ എഴുതിയൊക്കെ തെറ്റടോ, അതാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്, ഞാൻ പഠിച്ചു നോക്കിയത് 20. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസേർഡ് ബൈ ദ ടീംസ് 22, 29, 34, 36, 44 questions were answered by the teams. അപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ഗുഡ് ക്വിസ്. അങ്ങനെ വെച്ചാൽ നമ്മളെ കൂട്ടങ്ങനെ 2/3 1/3 എന്ന് പറയും. 1/3 ക്വസ്റ്റിനെ ക്വിസ് മാസ്റ്റർ എടുത്ത് മാക്സിമം വരാൻ പാടുള്ളൂ. ഐഡിയലി 25%. അതിൽ മുകളിൽ ക്വിസ് മാസ്റ്റർ എടുത്ത് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫെയിലിയർ. ഇനി 100 ആൻസർ ചെയ്തെന്ന് വിചാരിച്ചോ, അപ്പോഴും ഫെയിലിയറാണോ? ഇപ്പം നിങ്ങൾ 100 നമ്മൾ ചോദിച്ച ചോദ്യം, ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡൻ്റെ പേര് രാജേന്ദ്ര പ്രസാദ്, ആദ്യത്തെ കേരളത്തെ മുഖ്യമന്ത്രി ആര് EMS. ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിൽ ഫെയിലിയറാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു സമ്പൂർണ്ണ വിജയമാണ്. കാരണം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വളരെ ഹൈ ആണ്. ടീമുകൾ തമ്മിൽ കടുത്ത മത്സരം ഉണ്ടായി. 11.5, 10, 8 അങ്ങനെ മനസ്സിലായ ഒരുവിധം. അപ്പോൾ ഞാനിത് ഒരു നല്ലൊരു ക്വിസ് മത്സരമായിട്ട് പ്രഖ്യാപിക്കുന്നു. അത് നിങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ്. പിന്നെ ഞാൻ രേഷ്മയെ ഞാൻ അഭിനന്ദിക്കുന്നു. മനസ്സിലായി, അവർ ഡോക്ടറാണ്. ഡോക്ടർമാർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും അവർ അറിവ് സമ്പാദിച്ചിരിക്കുന്നു, അത് പ്രയോഗിക്കുന്നു, അതും ഒരു സംഭവമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് യൂത്ത് വിങ്ങിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്.
പ്രത്യേകിച്ച് എൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ സംസ്ഥാന സെക്രട്ടറി അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു റെക്കോർഡുണ്ട്. റെക്കോർഡ് എന്താണെന്ന് ഞാൻ പുറത്തു പറയില്ല, ആളെ കാണിച്ചും കൊടുക്കില്ല. അപ്പോൾ ഇത് ടീമുകൾ ഒന്നും കൂടെ ചോദിക്കരുത്, ഇത് ഏത് ടീമാണ് ജയിച്ചത്? എൻ്റെ പേര് അനീസ് ഫയാസ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ B.Ed വിദ്യാർത്ഥിയാണ്, മക്രപറമ്പ് നിന്ന് വരുന്നു. എൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ, സെയിം കോഴ്സ്. അല്ല, സ്ഥലം ഏലംകുളം എന്ന് പറയും. മോനെ? എൻ്റെ പേര് ജോബ് വർഗീസ്, ഞാൻ KMCT ലോ കോളേജിൽ LLBക്ക് പഠിക്കുകയാണ്, ഫസ്റ്റ് ഇയർ. മോനെ? എൻ്റെ പേര് ജന്നത്ത് ഷെറിൻ, ഞാനും KMCT ലോ കോളേജിലാണ്, വീട് മക്കരപ്പറമ്പ്. നമ്മൾ ജന്നത്തുൽ ഫിർദൗസിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ ജന്നത്തുൽ ഷെറിനെ പറ്റി കേട്ടിട്ടില്ല. അടുത്ത മൂന്നാമത്തെ ടീം അതും അവരെ മാത്രം പറയാം. പ്രൈസ് കിട്ടിയത് ടീം നമ്പർ F. അൻഷിദ് റഹ്മാൻ, MES മമ്പാട് കോളേജ്, B5 ഫൈനൽ ഇയർ സ്റ്റുഡൻറ്, ഹിസ്റ്ററി സ്റ്റുഡൻ്റ്. മുഹമ്മദ് മിഥിലാജ്, MES മമ്പാട് കോളേജ്. അതുകൊണ്ട് MES മമ്പാട് കോളേജ് നമ്മുടെ മാനം കാത്തു അല്ലേ? ഇത്രയധികം കോളേജസ് MESനോട് ഉണ്ടായിട്ട് MES കോളേജുകാർക്ക് ഒരു പ്രൈസ് കിട്ടിയില്ല. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി തീർച്ചയായിട്ടും അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർ പ്രത്യേകിച്ച് അലിഗഡ്, ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു അധ്യാപകൻ എൻ്റെ അടുത്ത് ജോലിക്ക് വന്നു, എയ്ഡഡ് കോളേജിൽ. അപ്പോൾ അറിയാലോ, വന്നപ്പോൾ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, അലിഗഡ് മുസ്ലിം, ആരും അലിഗഡിൽ പഠിക്കുന്നത്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ടോ ഇല്ലയോ അന്ന്? അയാൾ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ഓവർ, ഒന്നും പഠിച്ചിട്ടില്ലെന്നേ. അലിഗഡിൽ ഇത്ര കൊല്ലം പഠിച്ച ഒരാൾ വന്നിട്ട് അയാൾ പറഞ്ഞത് അവിടെ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ടെന്നാണ്. പിന്നെ നമ്മളെ ഈ കച്ചറ ഒച്ചമ്പിളിയും കോടതിയിൽ കേസ് കൊടുക്കലൊക്കെ ഇത് നടന്നത് എന്തിനാ? ശരി, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. അതായത് ഞാൻ ഒരു ബുക്ക് രചിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എന്താ കാരണം വെച്ചാൽ അത് 50 ബുക്കുകളുടെ ഒരു റിവ്യൂ ആണ്. അതിലെല്ലാ കാര്യപ്പെട്ട ഓതേഴ്സും ഉണ്ട്. കുൽദീപ് നയ്യറുണ്ട്, സോയ ഹസൻ ഉണ്ട്, ശശി തരൂരുണ്ട്, BR അംബേദ്കർ ഉണ്ട്, ജവഹർലാൽജി ഉണ്ട്, എല്ലാവരും ഉണ്ട് കാര്യപ്പെട്ട. അവരുടെ 50 ബുക്കുകളുടെ ഒരു 5 പേജ് വെച്ചിട്ടുള്ള റിവ്യൂ. പിന്നെ ഈ സബ്ജക്റ്റുകൾ എമർജൻസി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒക്കെ എല്ലാ സാധനങ്ങളും അതിലുണ്ട്. ഈ എളുപ്പത്തിൽ വായിക്കാം, 5 പേജല്ലേ വായിക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റേ അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അല്ലേ? അല്ലേ? അപ്പോൾ ടീം നമ്പർ നമുക്ക് 7 തുടങ്ങാം. കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ 2025 ഫൈനൽ റൗണ്ടിലെ മത്സരങ്ങളിലുള്ള വിജയികൾക്കുള്ള പ്രൈസ് മെമൻറ്റോ ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. ഡോക്ടർ അലി ഋഷദ് സാറാണ് പ്രസിഡന്റ് MES യൂത്ത് വിംഗ് മലപ്പുറം ഡിസ്ട്രിക്ട്, നിസാർ സെക്രട്ടറി MES യൂത്ത് വിംഗ് കേരള, ഷഹീം ട്രഷറർ MES യൂത്ത് വിംഗ് കേരള തുടങ്ങിയ വ്യക്തിത്വങ്ങളാണ് ഡിസ്ട്രിബ്യൂഷൻ നേതൃത്വം നൽകുന്നത്. നമ്മുടെ ഈ ഫൈനൽ റൗണ്ടിൽ ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. മലപ്പുറം സെൻട്രൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് മെമൻറ്റോ ക്യാഷ് പ്രൈസ് സമ്മാനിക്കുന്നത് MES ഡയറക്ടർ, MES പ്രസിഡന്റ് ഡോക്ടർ BF ഫസിൽ ഗഫൂർ സാറാണ്. നല്ലൊരു കൈയടി കൊടുക്കുക പ്ലീസ്. സെക്കൻഡ് പ്രൈസ് നേടിയിരിക്കുന്നത് KMCT കോളേജ് കുറ്റിപ്പുറം. നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക, നല്ലൊരു കൈയടി കൊടുക്കുക. KMCT കോളേജ് കുറ്റിപ്പുറമാണ് 2ാം സ്ഥാനം നേടിയിട്ടുള്ളത്.
തേർഡ് പ്രൈസ് നേടിയിരിക്കുന്നത് envious മമ്പാട് കോളേജാണ്. തേർഡ് പ്രൈസ് നേടാനായിരിക്കുന്നത്. നല്ലൊരു കൈയടി കൊടുക്കുക. സമ്മാനമായി നല്ലൊരു കൈയടിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. envious മമ്പാട് കോളേജാണ് തേർഡ് പ്രൈസ് അർഹരായിരിക്കുന്നത്. വളരെ മൂല്യവത്തായ സന്ദേശങ്ങളും ചർച്ചകളും നടത്തിയ നമ്മുടെ ക്വിസ് മാസ്റ്ററായ ഫസിൽ സാറിന് വളരെയധികം കൃതജ്ഞത അറിയിക്കുകയാണ്. രേഷ്മ മാഡത്തിന് കൃതജ്ഞത അറിയിക്കുകയാണ്. MES യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി നിഷാദ് ഫസിൽ സാറിനുള്ള ഉപഹാരം, സ്നേഹോപഹാരം നമ്മുടെ വേദിയിൽ വെച്ച് നൽകുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് മൂല്യവത്തായ കാര്യങ്ങൾ പറയിപ്പിച്ചും നല്ല രീതിയിലൊരു ക്വിസ് കോമ്പറ്റീഷനിലൂടെ നടത്തിയ ഫസിൽ സാറിന് എല്ലാവിധ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. താലൂക്കിനുള്ള MES യൂത്ത് വിംഗ് താലൂക്കിനുള്ള മെമൻഡോ കൈമാറുന്നത് നിസാർ, സെക്രട്ടറി MES യൂത്ത് വിംഗ് കേരള നൽകുന്നു.